വീണ്ടും നമുക്ക് ഈ വിഷയത്തിന്റെ അടുത്ത സെക്ഷനിലേക്ക് വരുവാൻ ദൈവകൃപ നൽകി. ഇത് നമ്മളെല്ലാം ഏറെ പ്രിയപ്പെടുന്ന യോബിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യോബിന്റെ ജീവിതാവസ്ഥകളിലൂടെ സഞ്ചരിക്കാൻ ചില കാര്യങ്ങളുണ്ട്. എല്ലാവരും പ്രിയപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. ഇദ്ദേഹത്തെ പറ്റി വളരെ കുറച്ച് ഇൻഫർമേഷൻസേ നമ്മുടെ മുമ്പിലുണ്ട്. ആ വ്യക്തിയെ പറ്റി പരിമിത അറിവുകളും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളെ ഒരു കാവ്യമാക്കി രേഖപ്പെടുത്തിയ ഒരു കൃതി നമ്മുടെ മുമ്പിലുണ്ട്. അത് ബുക്ക് ഓഫ് ജോബാണ്. ഈ ബുക്ക് ഓഫ് ജോബ് നമ്മൾ മാത്രമല്ല, സാഹിത്യ വിദ്യാർത്ഥികളും പഠിക്കുന്ന ഒന്നാണ്. ലിറ്ററേച്ചർ എടുക്കുന്നവര് ബുക്ക് ഓഫ് ജോബും സോങ് ഓഫ് സോളമനും ഒക്കെ പഠിക്കാറുണ്ട്. ഇതില് ബുക്ക് ഓഫ് ജോബ് എന്ന പുസ്തകം അപൂർവമായിട്ട് നമ്മൾ അങ്ങനെ പ്രസംഗിച്ചും കേൾക്കാറുണ്ട്. പ്രസംഗിച്ച് കേൾക്കുന്നത് യോബിനെ പറ്റിയാണ്. പക്ഷെ ബുക്ക് ഓഫ് ജോബിലേക്ക് പലരും കടക്കുകയോ പഠനം നടത്തുകയോ ചെയ്യുന്നത് കുറവാണ്. ഈ ജോബിനെ പറ്റി പറയുമ്പോൾ ഇതൊരു മിഥ്യാകഥയാണ് എന്ന് പറയുന്ന ആളുകൾ, ഇങ്ങനെ ഒരാളുണ്ടോ, ജീവിച്ചിരുന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ്, ആരാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളുണ്ടാണ്. അതിലവർ ഉയർത്തുന്ന ഒരു വാദം ഈ പുസ്തകത്തിൽ ഒരു പരാമർശം കാണാം. അവന്റെ സുഹൃത്തുക്കൾ 7 രാവും 7 പകലും ഒരക്ഷരം ഉരിയാടാതെ അവരോടൊപ്പം നിലത്തിയിരുന്നു എന്നൊരു പ്രയോഗങ്ങളാണ്. 7 രാവും 7 പകലും ഒരു മനുഷ്യനെ പോയിട്ട് ഒരക്ഷരം ഉരിയാടാതെ ഒരു വീട്ടിലിരിക്കാൻ പറ്റുമോ? പറ്റിയാലും തന്നെ ഉത്തരം. 7 മിനിറ്റ് പറ്റത്തില്ല അങ്ങനെ ഇരിക്കാൻ, ഇതിന് 7 രാവും പോലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില അതിശയോക്തി പ്രയോഗം, ക്രൂരമായ രോഗം ഒരാൾക്ക് വന്നിരിക്കും, മാരക രോഗം, ക്രൂരപീഡയിൽ കൂടി ഒരാൾ കടന്നു പോകും, ഇങ്ങനെ ഒരാൾ ഉണ്ടാവും. അതിനുശേഷം ഈ മക്കളെയൊക്കെ തിരിച്ചു കിട്ടുന്നു. ഇങ്ങനെ ഇതൊരു നിർമ്മിത കഥയാകണം എന്നാണ് അവരുടെ വാദം. പക്ഷെ ആ വാദം തിരുവെടുത്തിന്റെ മുമ്പിൽ നിലനിൽക്കില്ല. അതിന് കാരണം ഈ ജോബ് ഹിസ്റ്റോറിക്കലി ജീവിച്ചിരുന്ന ഒരാളാണ് ആണെന്നാണ് ശക്തമായിട്ടുള്ള നമ്മുടെ നിലപാട്. അതിന് കാരണമുണ്ട്. ജോബിനെ പറ്റിയുള്ള എക്സ്ട്രാ റെഫറൻസുകളാണ് അതിലൊരു കാര്യം. എന്ന് വെച്ചാൽ നമ്മളുടെ യോബിൽ കാണാത്ത ചില റെഫറൻസുകൾ വേറെയുണ്ട്. അത് എസക്കിയേൽ 14:14 പുതുനിയമത്തിൽ വരുമ്പോൾ യാക്കോബിന്റെ ലേഖനത്തിലും ഉണ്ട്. എസക്കിയേൽ 14:14 എന്താ പറയുന്നത്? മനുഷ്യപുത്ര, ഇയ്യോബ്, നോഹ, ദാനിയേൽ എന്നീ 3 പുരുഷന്മാർ ഉണ്ടായാലും ഞാൻ ആ പ്രാർത്ഥന കേൾക്കുകയില്ല. അപ്പോൾ പ്രിയപുരുഷന്മാരായ തീവ്ര വിശുദ്ധിയുടെ പ്രതീകമായ 3 ആളുകളെ പറയാണ്: യോബ്, നോഹ, അതുപോലെ ദാനിയേൽ. ഈ പുതുനിയമത്തിൽ യാക്കോബ് അപ്പോസ്തലൻ എടുത്തുദ്ധരിക്കുമ്പോൾ യോബിന്റെ സഹിഷ്ണുത എന്നൊരു പദം കാണും. യോബിന്റെ സഹിഷ്ണുത. യോബ് ഒരു സങ്കല്പ കഥാപാത്രമല്ല, യാഥാർത്ഥ്യമാണ്. ബൈബിൾ അത് അംഗീകരിക്കുന്നത്. ഈ പറഞ്ഞ അതിശയോക്തി പ്രയോഗങ്ങളോ തീർച്ചയായിട്ടും അത് അതിശയോക്തി പ്രയോഗമാണ്. ബൈബിളിൽ അങ്ങനെയൊക്കെ വരാമോ? ബൈബിളിൽ വരാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പുസ്തകത്തിന്റെ സ്ട്രക്ചർ ആൻഡ് സ്റ്റൈല് വളരെ പ്രധാനമാണ്. ഇതൊരു കാവ്യ പുസ്തകമാണ്, പക്ഷെ പോയട്രി. ഒരു പോയട്രിക്കുള്ളിലെ ഇമേജറികൾ, അതിൻ്റെ ഉള്ളിലെ സിമ്പിൾസ്, ഇവ ലിറ്ററൽ അല്ല. പലപ്പോഴും അതിൽ ഇഡിയംസ് ഉണ്ട്, അതിൽ ഇമേജുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ക്യാരക്ടേഴ്സ് ലിറ്ററലി ഉണ്ട്, നേച്ചർ വർഷിപ്പ് ഉണ്ട്. നേച്ചർ വർഷിപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രകൃതിയെ കുറിച്ചുള്ള ഒരു വർണ്ണനയാണ്. വേഡ്സ്വർത്ത് ഒക്കെ അങ്ങനെയുള്ള ആളുകളാണ്. വേഡ്സ്വർത്തിനെ വിളിക്കുന്ന തന്നെ
ഹൈപ്രിസ്റ്റ് ഓഫ് ദ നേച്ചർ എന്നാണ്, പ്രകൃതി ഉപാസനയുടെ പുരോഹിതൻ എന്നാണ് വിളിക്കുന്നത് വേഴ്സ്വർത്തിന്റെ കൃതികളിൽ. അങ്ങനെ പ്രകൃതിയെ വർണ്ണിക്കുന്ന രീതിയുണ്ട്. ഇതൊക്കെ കവിതയിൽ അലൗഡാണ്. മലയാളത്തിൽ പറഞ്ഞാൽ മഞ്ഞവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോൽ നിൻമുഖം എന്ന് കേൾക്കിട്ടില്ലാത്തവരില്ല. ഉപമ. ചന്ദ്രനെ പോലെ പോയിട്ട് മെഴുതിരി പോലെ പോലും ഇല്ല ഇയാളുടെ മുഖം എന്നറിയാം. പക്ഷെ എന്തിനാണിത് പറയുന്നത് ചോദിച്ചാൽ ഉപമയിൽ അത്രയും സ്വാതന്ത്ര്യം കവിക്കുണ്ട്. അങ്ങനെയൊക്കെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം കവിക്കുണ്ട്. അതിന് ലിമിറ്റ് ഇല്ല. ഈ ഒരു മനുഷ്യന് മനോരോഗിയായി മാറിയിട്ട് രാജകുടുംബത്തിൽ പിറന്ന ഒരാളാണ്. പഴയ ഒരു ഹൈദറുടെ പഴയ ചക്രവർത്തിയുടെ നാട്ടിൽ കേരളം ഭരിച്ച ഒരു നൈസാമിന്റെ ഒക്കെ ആ വംശാവലിയിൽ പെട്ട ഒരു ആളാണ്. ഇയാൾ കുറെ കഴിഞ്ഞ് മനോരോഗിയായി മാറുന്നൊരു കഥയുണ്ട്. അപ്പോഴും അദ്ദേഹം ധരിച്ചത് ഇയാൾ കൊട്ടാരത്തിൽ വലിയ രാജാവാണെന്ന് ധരിച്ചാണ് ജീവിക്കുന്നത്. നാട്ടിൽ കൂടെ കല്ലേറും ഒക്കെ കൊണ്ട് തെരുവുനായ്ക്കൾക്കൊപ്പം കിടക്കുന്ന ആളാണ്. ആളുകൾ കളിയാക്കി സുൽത്താൻ എന്ന് അദ്ദേഹത്തെ വിളിക്കും. അപ്പൊ അദ്ദേഹം പാർക്കുന്നത് തന്നെ പഴയ സുൽത്താന്റെ കോട്ടയുടെ അവശിഷ്ടങ്ങൾക്കൊക്കെ ഇടയിലാണ്. അപ്പോൾ ഇയാൾ രാജാവാണെന്ന് സ്വയം ധരിക്കുക. ഇദ്ദേഹത്തോട് സഹതാപം തോന്നുന്ന ഒരു ക്യാരക്ടറുണ്ട്. അത് ക്യാരക്ടറാണ്. ഇയാൾ ലാസ്റ്റ് വെള്ളത്തിൽ ചാടി മരിക്കുകയാണ്. ഈ വെള്ളത്തിൽ ചാടി മരിക്കുന്ന കാര്യം കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഓളം വന്നിട്ട് വെള്ളത്തിലേക്ക് ഒരാൾ വീണ് കഴിയുമ്പോൾ, കല്ലോ നമ്മളോ ഒക്കെ വീണ് കഴിയുമ്പോൾ ഈ പിന്നില് ഈ ഓളങ്ങൾ ഇങ്ങനെ പിന്നാലെ വന്ന് അത് ശാന്തമാകും. അതേപ്പറ്റി എഴുതിയൊരു രംഗം വായിച്ചിട്ട് സങ്കടവും വന്നു. എഴുതിയ ആളിന്റെ ഭാവനയിൽ അത്ഭുതം തോന്നി. അങ്ങനെ നൈസാമലി എന്ന സുൽത്താൻ അദ്ദേഹത്തിന്റെ നിത്യ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. ഈ കിണർ മരിച്ചു എന്നർത്ഥം. അദ്ദേഹത്തിന്റെ പിന്നിൽ ചില്ലി ജനാലകൾ ഒന്നൊന്നായി അടഞ്ഞു. എന്ന് വെച്ചാൽ ഈ ഓളം പിന്നാലെ വരുമ്പോഴേക്ക് രാജാവ് കയറിപ്പോന്ന വഴിക്ക് പിന്നാലെ ഈ ചില്ലുവാതിലുകൾ പതുക്കെ പതുക്കെ ഓരോന്ന് കൊട്ടിയടയുന്ന പോലെ ചില്ലി ജനാലകൾ ഒന്നൊന്നായി അടഞ്ഞു. ഒടുക്കം അത് ശാന്തമായി. ഒരു പ്രയോഗമാണ്. അയാൾ മരിച്ചു എന്നേ ഉള്ളൂ. അതാണ് കവിയുടെ ഒരു ഭാവനയാണ്. അപ്പൊ ഇതിന് കവിതയിൽ സ്വാതന്ത്ര്യമുണ്ട്, വലിയ സ്വാതന്ത്ര്യം. ഉത്തമഗീതത്തിലും ഇങ്ങനെയുള്ള പരാമർശം കാണാം. ഇനിയൊരു ഘട്ടത്തിൽ ഉത്തമഗീതം പഠിക്കാം. അത് പേടിക്കാനൊന്നുള്ള കാര്യമൊന്നുമല്ല. വളരെ ഭംഗിയാർന്ന സാഹിത്യപരമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു പുസ്തകമാണ്. വളരെ ഭംഗിയുള്ളൊരു പുസ്തകം. അതിൻ്റെ സൗന്ദര്യശാസ്ത്രം അത് രതിജന്യമായ എന്തോ സംഭവമാണെന്നൊരു നിലയിൽ അല്ല കാണേണ്ടത്. അതിനുള്ളിലെ ചിന്തകൾ അപാരമായ ചിന്തകളാണ്. സ്പിരിച്വലി അത് ഒത്തിരി പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതുപോലെയാണ് ഈ ബുക്ക് ഓഫ് ജോബ്. ഈ ബുക്ക് ഓഫ് ജോബ് വളരെ നന്നായി പഠിക്കേണ്ട ഒന്നാണ്. അതിൽ പല കാര്യങ്ങൾ ഇതുപോലുണ്ട്. ഇത് ബുക്ക് ഓഫ് ജോബിലും മാത്രമല്ല, സാംസ് നമ്മുടെ സങ്കീർത്തനത്തിലുമുണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല. ഇത് കേട്ടാൽ തോന്നുന്നു നമ്മൾ ഭൂമിക്കടി വെച്ചുണ്ടായിരുന്നു. അങ്ങനല്ല. ദാവീദ് സൃഷ്ടിക്കപ്പെട്ട ഭൂമിക്കടിക്കാണ്. ഞാൻ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥി കൂടെ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ. ഇത് കവിതയാണ്. കവിതയിൽ ഇത്തരം സ്വാതന്ത്ര്യമാകാം എന്നാണ് ഞാൻ പറയുന്നത്. കവിത അങ്ങനെ എഴുതിയില്ലേ പിന്നെ കവിതയാവില്ല. അതാണ്. ഒരാളോട് ഈ കഥയും കവിതയും തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് ചോദിച്ചപ്പോൾ ഒരു വിയുടെ വ്യത്യാസമാണ്. അടുക്കൊരു വി വരുമെന്ന്. കവിതയും കഥയും തമ്മിലുള്ള വ്യത്യാസം. അടുക്കൊരു വി, വാ എഴുതി വള്ളിയിടുക. അപ്പോൾ കവിതയാകുന്നു. കഥയുടെ ഇടയ്ക്ക്, കഥ എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് കായുടെയും ധായുടെ ഇടയിൽ വാ എഴുതി വള്ളിയിട്ട കവിതയായി. അത്രയും വ്യത്യാസമുള്ളൂ. അത്രയും വ്യത്യാസമല്ല, വ്യത്യാസം ഏറെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അനോട്ടേറ്റ് ദ ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് വരുന്നത്. നമ്മളെ മലയാളത്തിൽ സാരാംശം വിശദീകരിക്കുക, 2 ലൈൻ തരും. അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കണം എഴുതി. ഇതേപോലൊരു പോയട്രിയാണ് ഈ ബുക്ക് ഓഫ് ജോബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ജോബിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ബുക്ക് ഓഫ് ജോബ് അല്ല നമ്മൾ പഠിക്കുന്ന ജോബിനെ പറ്റി. പിന്നെ ജോബിനെ പറ്റി നമുക്ക് കിട്ടാവുന്ന ഇൻഫർമേഷൻസ് എല്ലാം ബുക്ക് ഓഫ് ജോബിലും തന്നെയാണ്.
ഇത് തുടങ്ങുന്നത് ഒരു ഗദ്യരൂപത്തിലാണ് തുടങ്ങി പദ്യരൂപത്തിലേക്ക് അത് മൊഴി മാറുക. അതിന്റെ മൊഴിമാറ്റം, അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാം. ഊസ് ദേശത്ത് യോബ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹം നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവരും ദൈവഭക്തനും ആയിരുന്നു. ഇവിടുന്ന് അധികം പാരമ്പര്യങ്ങളൊന്നും പറയാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തെപ്പറ്റി, സമ്പത്തിനെ പറ്റി ഒക്കെ പറഞ്ഞ ശേഷം ഒട്ടകത്തിന്റെ എണ്ണം, കാളയുടെ എണ്ണം 500 ഏർക്കാള എന്നൊക്കെ പറഞ്ഞ കണക്കാണ്. ഇങ്ങനെ കണക്കുകളൊക്കെ പറഞ്ഞു. പുത്രസമ്പത്ത് ഉണ്ടായിരുന്നു. പുത്രിമാർ 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. ഭാര്യ, ഇങ്ങനെയുള്ളൊരു കുടുംബം. അപ്പോൾ അദ്ദേഹം രോഗിയായിത്തീരുന്നു. ആ രോഗത്തിന്റെ കാരണം ഡിമണിക് പവർ, പ്രഷർ ഉണ്ടാക്കും ദൈവത്തിന്റെ മുമ്പിൽ. ആ പ്രഷർ നിമിത്തം ഒരു ചലഞ്ച് രൂപപ്പെടുന്നു. ആ ചലഞ്ചിന് യോബിനെ വിട്ടുകൊടുക്കും. അപ്പോൾ ജോബിൽ അർപ്പിച്ച ഒരു വിശ്വാസമാണ് അതിന്റെ ആധാരം. അതിനൊടുവിൽ മരണാസന്നനായ ജോബിന് മക്കളെയും സമ്പത്തും ഒക്കെ നഷ്ടപ്പെടുന്നു. അപ്പോഴും ദൃഢതയുള്ള ഒരു വിശ്വാസം അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നു. അവസാനം 3 സുഹൃത്തുക്കൾ കാണാൻ വരും. 3 അല്ല, ആക്ച്വലി 4 സുഹൃത്തുക്കളുണ്ട്. അതിലൊരാള് അല്പം ലേറ്റായിട്ട് വന്ന ഒരാളാണ്. അയാളാണ് ഏലീഹു. ആളൊരു പയ്യനും കൂടെ. ലേറ്റായിട്ട് വന്നതല്ല, ലേറ്റായിട്ടാ സംസാരിക്കുന്നു ഒരു പയ്യൻ, ഏലീഹു. ദ ഇന്റർവെൻഷൻ ഓഫ് ഏലീഹു, അത് ലേറ്റാണ്. എലീഹു അവിടെ ഉണ്ട്. അപ്പോ എലീഹു നോക്കിയപ്പോ ഈ 3 കാരണന്മാരിരുന്നാ സംസാരിക്കുന്നത്. പ്രായമുള്ളവർ എത്ര പറയുമ്പോഴും യോബ് തിരിച്ചു പറയും ഒരു മറുപടി. 3 വട്ടം വീതം ഒരാളോട് തിരിച്ചു പറയും. അപ്പോൾ 3 പേര് കൂടി 3 വട്ടം പറഞ്ഞു. അപ്പൊ അവരോടെല്ലാം കൂടെ യോബ് തന്നെ 9 തവണ മറുപടി. അപ്പോൾ നമ്മുടെ ഈ വാക്യ മത്സരം സാധാരണ കേരളത്തിൽ വരുമ്പോൾ കുട്ടികൾ ഈ വാക്യം ആവർത്തിക്കുക. അതിന് യോബ് ഉത്തരം പറഞ്ഞാൽ എന്തെന്നാൽ റെഫറൻസ് മാറ്റി മാറ്റി പറഞ്ഞ് കേൾക്കുന്നവർ പടുത്തു. അടുത്ത തവണ ഇത് തന്നെ പറയും, അടുത്ത തവണ ഇത് തന്നെ പറയും. അപ്പൊ നിരോധിക്കും, ഇനി അത് പറയാൻ പാടില്ല എന്ന് പറയും. പക്ഷെ അതൊരു തെറ്റല്ല, കാരണം അയാൾക്ക് അത്ര റെഫറൻസ് അറിയാം. കുട്ടി പറയട്ടെ, അത് തെറ്റൊന്നുമില്ല. അപ്പോ നമ്മുടെ ഈ യൂത്തിൽ ഇങ്ങനെ കുറെ അശാസ്ത്രീയ നിയമങ്ങളുണ്ട്. പിന്നെ ഈ സംഗീതം പഠിച്ചവര് പാടരുതെന്നും, ബൈബിൾ സ്കൂളിൽ പഠിച്ചവര് പ്രസംഗിക്കരുത്, അങ്ങനെയാണെങ്കിൽ സംഗീതം പഠിച്ചവര് പാടരുതെന്നും വെക്കണം. അപ്പം അതൊക്കെ ഒരു അശാസ്ത്രീയ നിയമങ്ങളാണ് മത്സരത്തിൽ. എന്ന് പറഞ്ഞ പോലെ കുട്ടികൾ മത്സരിക്കും പറയുന്ന സംഭവമാണ് ഈ അതിന് യോബ് ഉത്തരം പറഞ്ഞത്. ഇവരെല്ലാം മടുത്തപ്പോ എലീഹു പറയാണ്, നിങ്ങൾ വിദ്വാജനമാണ്, നല്ല വിദ്വാൻമാരാണ്, നോളജുള്ള ആളുകളാണ്, നിങ്ങൾ ഈ മനുഷ്യനെ തോൽപ്പിക്കുന്ന ഞാൻ ഓർത്തത്. നിങ്ങളൊരു പരാജയമായിരുന്നു. അവിടെ ഇനിയും വാക്കടക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ ഇടപെടാൻ പോവാണ്, സംസാരിക്കാൻ പോവാണ്. സംസാരിക്കാൻ തുടങ്ങിയ ജോബ് അങ്ങോട്ട് ഇവൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് എല്ലാം കുളമായി. അതിനുശേഷം ഏറ്റവും ശക്തമായിട്ട് ദൈവം ഇതിന് പ്രതിവാദം പറയുന്ന ഒരു രംഗമാണ് കാണുന്നത്. പിന്നെ യോബിനോട് ദൈവം സംസാരിക്കും, സുഹൃത്തുക്കൾക്ക് വേണ്ടി കോപം ജ്വലിക്കാതിരിക്കാൻ ശുപാർശ ചെയ്യാൻ പറയുകയും ചെയ്യാം. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ സൗഖ്യമുണ്ടാകുകയും യോബ് ജീവിതത്തിലേക്ക് മടങ്ങി വരികയും അദ്ദേഹത്തിന് നഷ്ടങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഈ യോബ് എന്നെ പഠിപ്പിച്ചൊരു പാഠം പറഞ്ഞുകൊണ്ടാണ്. ഈ 7 മക്കൾ നഷ്ടപ്പെട്ടു, 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. അപ്പൊ ഇവർ തന്നെയാണോ മടങ്ങി വന്നത്? പുതിയ മക്കളെ ദൈവം കൊടുക്കാറ്? എന്നോട് വെച്ചാൽ ഞാൻ പറയും അവര് പഴയ മക്കളെ തന്നെ കിട്ടുകാരെന്നാണ്. അതെന്താ ദൈവത്തിന് പറ്റാതെ? നമ്മുടെ മനസ്സ് അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തതെന്താ? പുതിയ 3 മക്കളെ കൊടുത്ത അതിലെന്താ മിറക്കിള്? 7-10 പേരെ കൊടുത്ത അതിൽ മിറക്കിളൊന്നും ഇല്ല. അതിൽ അത്ഭുതം എന്തായിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് 3 മക്കളെ 10 മക്കളെ വീണ്ടും കൊടുത്തു എന്ന് പറഞ്ഞാൽ അതില് അത്ഭുതമുണ്ട്, എന്നാ വലിയ അത്ഭുതം ഇല്ലെന്ന്. അതിൽ മിറക്കിൾ എന്ന് പറയുന്നത് അതേ കുട്ടികളെ തിരിച്ചു കിട്ടണം, ഇങ്ങനെയാണ്. അപ്പൊ അതേ കുട്ടികളെ കിട്ടി, അതാണ് സത്യം. അപ്പോൾ ഞാനൊരു അസാധാരണ പാഠം പഠിച്ചത്, ഇവിടുന്ന് പഠിക്കുന്ന വചനം കേൾക്കുന്ന നമുക്ക് പല പ്രായത്തിലുള്ളവരാണ്. അപ്പൊ ഇന്ന് 7 ആണെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ കണക്കനുസരിച്ച്.
ഇന്ത്യയിലെ കണക്കനുസരിച്ച് 7 നമ്മളുടെ ഇന്നത്തെ ഏപ്രിൽ 7 ഡേറ്റ്. അവിടെ ഇവിടുത്തെ കാര്യം ഞാൻ പറയാം, ഇവിടെങ്ങും അറിയില്ല. അവിടെ ആരെങ്കിലും 2022 ഏപ്രിൽ 7 എന്നുള്ളത് പ്രാർത്ഥിച്ച് ഒരു മാർച്ച് 7 കഴിയുന്ന ആരെങ്കിലും അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാം. ആരും അമേരിക്കയിൽ അങ്ങനെ ഇല്ലെന്നാണ് ഞാൻ ധരിച്ചേക്കുന്നത്. ഇവിടെ ആരും ഇല്ല. അസാധ്യമായ ഒന്നും ഇല്ല ദൈവത്തെ കൊണ്ട്. പക്ഷെ എനിക്ക് ഏപ്രിൽ 22 ഒരു മാർച്ച് 7 മാർച്ച് 10 ഒക്കെ ആക്കി തിരിച്ചു തരണം. ആർക്കെങ്കിലും പറ്റുമോ? സാധിക്കുമോ ദൈവത്തെ കൊണ്ട്? അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ? തിരിച്ച് പിന്നോട്ട്, അതായത് ഇപ്പൊ സമയം എന്തായി? എനിക്ക് ആ സമയം ഒരു നിമിഷം ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കണം. പറ്റുമോ? ഇതാ ചോദ്യം. അപ്പൊ ദൈവത്തിന് കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനൊരു ചോദ്യം പിറക്കാം അവിടെ. എനിക്ക് ഭൂതകാലത്തിലേക്കൊന്ന് സഞ്ചരിക്കണം, അതിന് സാധിക്കും? ഇതാ ചോദ്യം. ഞാൻ വിശ്വസിക്കുന്നത് സാധിക്കും തന്നെയാണ്. സാധിക്കും എന്ന് ഉറപ്പാണെങ്കിൽ ഈ ചോദ്യം ഞാൻ പണ്ടൊരിക്കൽ ഒരു 22-23 വയസ്സ് പ്രായമുള്ള സമയത്ത് നേരിട്ടൊരു ചോദ്യം. 22 വയസ്സ് കഷ്ടി ഉള്ള സമയത്ത് നേരിട്ടൊരു ചോദ്യം. അവിടെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയുടെ അപ്പൻ വളരെ ചിന്തകനായ ഒരു മനുഷ്യനാണ്. ദൈവത്തിലൊക്കെ വിശ്വാസമാണ്. ദൈവത്തിന് കഴിയാത്ത ചിലതിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൊന്നാണ് ഈ ചോദ്യം. ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കാൻ ദൈവത്തിന് സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞാൽ അത് സാധിക്കുമെന്ന് ഇരിക്കട്ടെ, നമ്മെ ഒന്ന് കൊണ്ടുപോകാൻ സാധിക്കുമോ ഭൂതകാലത്തിലേക്ക്? അദ്ദേഹം ഇല്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ഉണ്ടെന്നും പറഞ്ഞു. അവന് ബൈബിളിൽ തെളിവുണ്ട്. എന്താണ് തെളിവ്? 2 വശം പറഞ്ഞുകൊണ്ട് ഇതിനുള്ളിലേക്ക് വരാം. നമ്മളൊക്കെ ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കാറുണ്ട് ചില ഘട്ടങ്ങളിൽ. ലോകമനുഷ്യനും ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കാറുണ്ട്. ചിലർ അറിയുന്നില്ലെന്നുള്ളതാണ്. ഇത് പറയാം. ഈ 2022 ഏപ്രിലിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ 2000 ഏപ്രിലേക്കൊക്കെ പോകാറുണ്ട് ചില ഘട്ടങ്ങളിലാണ്. അങ്ങനെ അനന്ത സാധ്യതയുള്ളൊരു ബോഡിയല്ല നമ്മുടെ ശരീരത്തിന് ഫ്രീ വില്ലൊക്കെ ഉണ്ട്. പക്ഷെ ഭൂതകാലത്തിലേക്ക് പോകാനുള്ള ഫ്രീ വില്ലില്ല. ആഗ്രഹം ഉണ്ട്, അങ്ങോട്ട് പോകാൻ വയ്യ. നമ്മുടെ ശരീരത്തിന്റെ ഫ്രീ വില്ല് എന്നൊക്കെ പറയുന്നത് ലിമിറ്റഡ് ആണ്. സ്വതന്ത്ര ഇച്ഛ ലിമിറ്റഡ് ആണ് നമ്മുടെ ഫ്രീ വിൽ. അപ്പൊ നമുക്ക് ഇപ്പൊ അവിടെ ഇരുന്ന് ഇരിക്കുന്ന നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഒന്നും എടുക്കാതെ, ടിക്കറ്റ് എടുക്കാതെ കേരളത്തിലൊന്നും വന്നിട്ട് ഇന്ന് തന്നെ തിരിച്ചവിടെ ചെല്ലണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷെ ലിമിറ്റഡ് ആഗ്രഹം കൊള്ളാൻ ലിമിറ്റഡ് നടക്കില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അറ്റ്ലാന്റയിൽ നിന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്ത് പെട്ടെന്ന് കാശ്മീർ കണ്ടിട്ട് 10 മിനിറ്റ് കൊണ്ട് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമില്ലാത്ത ആരും ഇവിടെ ഇല്ല. അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരില്ല. നമുക്ക് ഏതും കാലത്തങ്ങളുടെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ലിമിറ്റഡ് ആണ്, നമുക്ക് കഴിയില്ല. അപ്പോൾ ലിമിറ്റഡ് ആയ ആഗ്രഹങ്ങൾ നമുക്ക് ഒരു ഫ്രീ വില്ലാണ്. പക്ഷെ ചില ഘട്ടങ്ങളിൽ ഈ താഴ്ചയുള്ള ശരീരത്തിൽ നമ്മൾ അറിയാത്ത ചില ഓപ്പറേഷനുകൾ നടക്കുന്നുണ്ട്. അതൊരു സ്പിരിച്വൽ വേൾഡിലെ അറിയാൻ പറ്റും, ഒരു ആത്മമണ്ഡലത്തിൽ അറിയാൻ പറ്റും. ആത്മമണ്ഡലത്തിൽ നടക്കുന്ന പലതും മറ്റൊരാളോട് ഷെയർ ചെയ്താൽ അവർക്ക് മനസ്സിലാകത്തില്ല. പോരാട്ടങ്ങൾ അങ്ങനെയാണ്. ഈവിൾ സ്പിരിറ്റുമായുള്ള പോരാട്ടമൊക്കെ അങ്ങനെയാണ്. മറ്റൊരാളോട് പറഞ്ഞാൽ മനസ്സിലാവും. പോരാട്ടം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും പിടികിട്ടുകയില്ല. സാത്താൻ പോരാടി എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലാകുന്ന ലോകമനുഷ്യനൊന്നും മനസ്സിലാകില്ല. സഹവിശ്വാസിക്ക് പിടികിട്ടുകയില്ല. അത് സ്ഥിരം കേൾക്കുന്നൊരു പദമായിട്ട് തള്ളിക്കളയുള്ളൂ. ചിലതരം വാറുകൾ അങ്ങനെ ഉണ്ട്. അപ്പൊ ഭൂതകാലത്തിലേക്ക് പോകാമോ? ഞാൻ പറയും പോകാന്നേ. നമ്മളൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഒരു മനുഷ്യന് ഗൾഫിൽ ചെന്നു. ഇയാളൊരു ലോഡ്ജിൽ കിടക്കുകയാണ്, ഒരു ഹോട്ടൽ റൂമിൽ കിടക്കുകയാണ്. രാത്രി ഞെട്ടി ഉണർന്നു. കാരണം ആ റൂമിൽ ഒരു സ്ത്രീ തൂങ്ങി മരിച്ചു നിൽക്കുന്ന ആ ബോഡി കിടന്ന് ആടുന്ന ദൃശ്യം കണ്ടു. ഇവര് ശരിക്കും കാണാം. അദ്ദേഹം ഭയരഹിതനായി പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് വെള്ളം ഉണ്ടാക്കി റൂം ബോയ് ഒക്കെ വന്നു. അവരും പറഞ്ഞു, ദാ നോക്ക്, ദാ കിടക്കുന്നു. അവര് നോക്കിയിട്ടൊന്നുമില്ല. ഇയാൾ നോക്കുമ്പോൾ കാണാം. ഇത് മാറ്റി കൊടുത്തു. ചെന്ന് വിക്കറ്റ് ചെയ്യാൻ നേരം ഇദ്ദേഹം വളരെ ഭയരഹിതനായി പറഞ്ഞു ഈ സംഭവം. അപ്പൊ ഈ ഹോട്ടലുടമ റൂം നമ്പർ കാര്യം കേട്ടു വന്നിട്ട് റൂം നമ്പർ പറഞ്ഞപ്പോൾ പറഞ്ഞത് സത്യമായിരുന്നു. അവിടെ ഒരു സ്ത്രീ ഇതുപോലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ റൂമിൽ. ഇതെങ്ങനെയാണ് ഇയാൾ കണ്ടത്? ഇതേ സാരി, ഇതേ രൂപം, ഇതേ സാരി എന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രം എന്താണെന്ന് നമുക്കറിയില്ല. അതേ വസ്ത്രത്തിൽ കിടക്കും. അപ്പോൾ ഇയാൾ ഒരു നിമിഷം കൊണ്ട് ഒരു ടൈം സ്ലിപ്പ് സംഭവിക്കുക. ടൈം സ്ലിപ്പ്, പുറകോട്ട് പോവുകയാണ്.
പുറകിൽ ചെന്ന് ഈ ലോകത്തെ കാണുകയാണ്. ടൈം സ്ലിപ്പ് ചെയ്യുക, സ്പിരിച്വലി സംഭവിക്കുന്നത്. അയാൾ യഥാർത്ഥത്തിൽ കണ്ടതാണ്, അയാൾ യഥാർത്ഥമാണ് കാണുന്നത്, കൂടെ ഉള്ളവരത് കാണുന്നില്ല. അപ്പൊ ആ ടൈം സ്ലിപ്പ് ചെയ്യുന്ന ആൾ അതേ ടൈമിൽ നമുക്കൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റും. ആ കാഴ്ച കാണും. ഒരുപക്ഷെ ഇത്തരം കാഴ്ചകൾ ഭൂതകാലത്ത് കണ്ട ആളുകൾ ഇവിടെ ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ പിശാചുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളോ കാര്യങ്ങളോ. അതിന്റെ കാരണം ഈ ജീവിതം ഒരു നേർരേഖയല്ല. നമുക്ക് തോന്നുന്നതാണ് ഒരു നേർരേഖയിലൂടെ ഞാൻ സഞ്ചരിച്ച് മുമ്പോട്ട് പോകാന്ന്. അല്ല, ദൈവത്തിന്റെ നിത്യതയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഒരു വൃത്തം പോലെയാണ്. നമ്മൾ തിരിച്ചെത്തുന്നത് ഇവിടെ തന്നെയാണ്. നിത്യത ഇവിടെ കിടക്കുകയാണ്. യോഹന്നാൻ 1:1 കിടക്കുന്നത് ഈ ഉൽപ്പത്തിയുടെ പുറയിലാണ്. യോഹന്നാന്റെ 1:1 ഉൽപ്പത്തി 1:1 പിന്നിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മളത് ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. അതിനെ കർത്താവ് പറഞ്ഞ, പിതാവേ, ലോകാരംഭത്തിനു മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം അങ്ങോട്ട് ചേർക്കാനാണ്. അവിടെ ആ നമ്മളെയും കൊണ്ടിരുത്തുന്നത്. പിടികിട്ടിയോ? അല്ലാതെ നിത്യത എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു കിടക്കല്ല, അതൊരു വൃത്തമാണ്. തിരിച്ചവിടെ തന്നെ വരികയാണ്. അപ്പൊ ദൈവത്തിന് ഭൂതകാലവും ഭാവി കാലവും ഇല്ല, വർത്തമാനകാലവും ഇല്ല. സദാ ഒരുപോലെ ഇരിക്കുന്നു. ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. അപ്പൊ ജോബിന് തന്റെ ഭൂതകാലത്തിലേക്ക് പോകാൻ പറ്റി എന്നാണ് ഞാൻ പറഞ്ഞത്. അബ്രഹാമിന് ഭൂതകാലത്തിലേക്ക് പോകാൻ പറ്റി. അതുകൊണ്ടാണ് മക്കൾ ഉണ്ടായത്, സാറയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായത്, ഇസ്ഹാക്ക് ജനിക്കുന്നതും. അബ്രഹാമിനും ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്യാൻ പറ്റിയത്, നഷ്ടപ്പെട്ടു പോയ കാലത്തിലേക്ക് യാത്ര ചെയ്യാൻ പറ്റി സ്പിരിച്വലി. നമുക്ക് രോഗമുള്ള അവസ്ഥയിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നത് വാസ്തവത്തിൽ പുതുതെന്തോ സംഭവിക്കുകയല്ല, പഴയ ഞാനായി തീരുക ഞാൻ. അതല്ലേ സത്യത്തിൽ? നിങ്ങളെ ആലോചിച്ച്, രോഗം വരും മുമ്പ് ഞാൻ ആരായിരുന്നോ അതിലേക്ക് എന്റെ തിരിച്ചുപോക്കാണ് സത്യത്തിൽ രോഗശാന്തി എന്ന് പറയും. അപ്പൊ ഭൂതകാല യാത്ര ഒരു യാഥാർത്ഥ്യമാണ്. യോബ് ഭൂതകാലത്തിലേക്കാണ് ചെന്നത്, മടക്കി. അപ്പൊ ദൈവം അല്പകാലമാക്കി തന്റെ വേദനയുടെ കാലത്തെ തോന്നിപ്പിച്ചിട്ട് പിന്നിലേക്കിറക്കി തന്റെ ഭാര്യ, മക്കള്, സ്വത്തുക്കള്, നഷ്ടങ്ങളെ അവിടെ തിരിച്ചു കൊടുത്തു എന്നാണ് കാണുന്നത്. ബിസിനസ് ചെയ്ത് വീണ്ടും ഡെവലപ്പായി എന്നുള്ളതല്ല, ഭൂതകാലത്തിലേക്ക് തിരിച്ചു എന്ന്. ഇതാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് മനസ്സിലായോ? രസാവഹമായ ഒരു ഫിലോസഫിക്കൽ ഇഷ്യൂ ആണ് അവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് അജ്ഞാനാരൂപത്തിൽ ഒത്തിരി പഠിച്ച് തല പ്രശ്നം ഉണ്ടാക്കണ്ട. ഏതായാലും നമുക്ക് ഇതിലെ സ്പിരിച്വൽ മീനിങ്സും വസ്തുതകളും ഒക്കെ പറയാം. ജോബിനെ പറ്റി തന്നെ ചിന്തിക്കാം. യോബ് എന്ന ആള്, അദ്ദേഹം, ഞാൻ റെഫറൻസുകൾ തന്നു. ഇത് കൂടാതെ ഊസ് ദേശത്ത് ആണ് ജീവിച്ചിരുന്നത്. ഊസ് ദേശം എന്നത് വ്യത്യസ്ത പേരുകളുള്ള സ്ഥലമാണ്. ഇതിന് ഏതോം എന്ന് പേരുണ്ട്. ഏതോ തെളിവ് വേണ്ടവര് വിലാപങ്ങൾ 4:21 അവിടെ കിടപ്പുണ്ട്. ഊസ് ദേശം തന്നെയാണ് ദ ലാൻഡ് ഓഫ് ഏതോ. ഏതോ എന്ന പേര് പിന്നീട് ഉണ്ടാകുന്ന, അത് ഏശാവിന്റെ മറ്റൊരു പേരാണ് ഏതോ. ചുവന്നവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. അപ്പോ ചുവന്നവൻ എന്നർത്ഥം വരുന്ന ഏതോ. അപ്പൊ ഏതോമിന്റെ ഈ സ്ഥലം ശരിക്കും നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഏതോം എന്ന് പേരുള്ള ഊസ് ദേശം അവിടെ കിടക്കുന്നത് ഊസ് ദേശത്ത് പാർക്കുന്ന ഏതോം പുത്രിയെ എന്നാണ്. അപ്പൊ ഏതോം എന്നറിയപ്പെടുന്ന സ്ഥലത്തെ പറ്റിയൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. ഊസ് ദേശം എന്ന് പേരുണ്ട്. ഇത് ആധുനിക മസ്കറ്റ് ഒന്നും അല്ല. അങ്ങനെ ഞാനും പണ്ട് ധരിച്ചിരുന്നു. പ്രഭാഷകരൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഇത് പിന്നെ എവിടെയാ? നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് അതിലെ ഭൂപടങ്ങൾ ഏതെങ്കിലും മാപ്പ് എടുത്തിട്ട് ആ മാപ്പിൽ നോക്കിയാൽ ഏതോ എവിടെ കിടക്കുന്നു അവിടെ തന്നെയാണ് ഊസ് ദേശം. അത് ആധുനിക മസ്കറ്റിന്റെ ഭാഗമല്ല. അപ്പോൾ ഏതാണ്ട് നമ്മുടെ യോർദാന്റെ പരിസര പ്രദേശത്ത് പെട്രയൊക്കെ ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശത്തുള്ള സ്ഥലമാണ്. ഈ ഏതോം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പിൽക്കാല ചരിത്രം, ജോബിന് ശേഷമുള്ള ചരിത്രം. ഇവിടെയാണ് ഈ മോവാബും എന്നൊക്കെ പറയുന്ന സ്ഥലം. അമോന്യരുടെ ദേശം, മോവാബിയരുടെ ദേശം. അതായത് ലൂത്തിന്റെ 2 മക്കളുണ്ടായ അതറിയാലോ. അവർ വന്ന് പാർത്ത സ്ഥലം, രൂത്തിന്റെ ഒക്കെ പ്രദേശം ഒക്കെ ഏതാണ്ട് യോബിന്റെ പ്രദേശമൊക്കെ അടുത്ത ഒന്ന് തന്നെയാണ്, ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അപ്പൊ രൂത്ത്, അതുപോലെ ഈ മോവാബ്യ ദേശം, അമാൻ എന്നറിയപ്പെടുന്ന, ഇന്നും അറിയപ്പെടുന്ന അമാൻ എന്നാണ്, സുൽത്താനറ്റ് ഓഫ് അമാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഹാഷിമൈറ്റ് കിങ്ഡം ഓഫ് അമാൻ എന്നാണ് യോർദാനെ അറിയപ്പെടുന്നത് ഇപ്പോഴും. അപ്പോ ഇതുപോലെ അമാനാണ് അമോന്യരുടെ ലാൻഡ്, അമോന്യരുടെ ദേശമാണ്. അപ്പോൾ ഇവിടെയാണ് ജോബ് പാർത്തിരിക്കാൻ സാധ്യത. അപ്പോൾ ഈ ജോബിന്റെ ആ ലാൻഡിനെ പറ്റി ഒന്ന് പഠിക്കാം. കാരണം
ഈ ഈ സ്ഥലത്തെ പറ്റി എന്ന് പറയാം. മുഷിയുന്നുണ്ടോ? മുഷിയുന്നുണ്ടെന്നോ? ഇല്ല, കുഴപ്പമില്ല. ഇതൊരു ടഫായ ഒരു വിഷയമായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ വരാം. അപ്പൊ അതുകൊണ്ട്, കാരണം ഇതൊരു സെമി ക്ലാസ് കൂടിയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെയൊന്ന് പോകുന്നത്. ഈ സ്ഥലം മൊട്ടക്കുന്നുകൾ കൊണ്ടും ഉയരമുള്ള കുന്നുകൾ കൊണ്ടും ആകെ കുന്നിൻ പ്രദേശമാണ്. അപ്പൊ പണ്ട് ഈ കുന്നുകൾക്ക് വലിയ ഡിമാൻഡാണ്, മലകൾക്ക് ഡിമാൻഡാണ്. ഈ സമ്പന്നരായ ആളുകൾ പണ്ട് മലകളാണ് വാർക്കാൻ തിരഞ്ഞെടുക്കുന്നത്, അതിസമ്പന്നരായ ആളുകൾ. അതിന്റെ മലകൾ തിരഞ്ഞെടുക്കുന്നത് ഇന്നാണെ അങ്ങനെ സംഭവിക്കില്ല. അപ്പൊ മലകൾ തിരഞ്ഞെടുക്കാൻ കാരണം തങ്ങളുടെ സമ്പത്ത് സൂക്ഷിക്കാനും സ്വകാര്യമായി ജീവിക്കാനും പറ്റിയ സേഫ് സോണുകളാണ് മലമ്പ്രദേശങ്ങൾ. അപ്പൊ ഈ ഇത്തരം ഏരിയകളിൽ കള്ളന്മാർ വന്ന് കയറാനുള്ള സാധ്യത കുറവ്, അവരെ ദൂരെ നിന്ന് കാണാനുള്ള സൗകര്യം, അതിന് മീതെ ഒരു കോട്ട കൂടി കെട്ടിക്കഴിഞ്ഞാൽ ആക്രമണം ശരിയല്ല. കാരണം ഇവര് പലരും നാട്ടുരാജാക്കന്മാരെ പോലെ ജീവിക്കുന്നവരാണ്, ആക്രമണം നടത്താൻ പ്രയാസം. അതുകൊണ്ട് കുന്നുകൾക്ക് വലിയ ഡിമാൻഡാണ്. ഒരു കാലത്ത് ഈ കുന്നുകളിലായിരുന്നു പട്ടണങ്ങൾ, അതാ മലമേലിരിക്കുന്ന പട്ടണം. ജെറുസലേം പോലൊരു ചെറിയ കുന്നിന്റെ മീതെയാണ്. കുന്നുകൾക്ക് വലിയ ഡിമാൻഡാണ്. അപ്പോൾ ഏതോമെന്ന് അറിയപ്പെടുന്ന ഭൂപ്രദേശത്തേക്കുള്ള ഒരു യാത്രക്കാണ് നമുക്ക് ആദ്യം പോകുന്നത്. അത് നമുക്കറിയാവുന്ന പോലെ ഈ മലമുകളിലേക്ക് യോബ് പാർത്തിരുന്ന ഏതോം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തിന്റെ മുകളിലേക്കുള്ള യാത്ര പ്രകൃതിദത്തമായ ഒരു വഴിയിലൂടെയാണ്. പ്രകൃതിദത്തമായ വഴി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കൈകൊണ്ട് വെട്ടിയ ഒരു പാത പോലെ ഏതാണ്ട് കൃത്യതയുള്ള, മലനിരകളെ ചുറ്റി വളഞ്ഞു കിടക്കുന്ന ചുരം എന്നൊക്കെ നമ്മൾ പറയും പോലെ, വയനാടും ഒക്കെ ഉള്ള ചുരമുണ്ട്, ഇതേപോലെ കിടക്കുന്ന ഹെയർപിൻ വളവുകളൊക്കെ ഉള്ള ആ ചുരം അറിയാം. ആ ചുരം പോലെ മലയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു വഴി. ആ വഴിയുടെ പ്രത്യേകത ഈ ചെങ്കല്ലിനേക്കാൾ കട്ടി കൂടിയ മണ്ണാണ്. ആ മണ്ണ് പ്രകൃതിദത്തമായ ഒരു കാനയാണ്, ഇടുക്ക് തോടാണ്. ഈ ഇടുക്ക് തോട് വളരെ ഭംഗിയാണ്. കാരണം ഇവിടെ അതിന്റെ വീതി പറഞ്ഞാൽ ഒരു ഹൈവേ പോലെ തോന്നുന്ന വീതിയാണ്. ഒരു 15 അടി വീതി ഏറ്റവും കുറഞ്ഞാണ്. 15 അടി കൂടിയാൽ 100, 120 മുതൽ 150 വരെയൊക്കെ വീതി അതിന്റെ ഏറ്റവും കൂടിയ ഭാഗത്താണ്. അപ്പോൾ ഇതിന്റെ അകത്ത് കൂടി പോവാ ഈ കാനയുടെ 2 ഹൈറ്റ് ഉണ്ടല്ലേ, സൈഡ് 15 അടി കുറഞ്ഞത്, കൂടിയാൽ അതിങ്ങനെ വളർന്ന് 150 അടി വരെയൊക്കെ വികാസം പ്രാപിക്കും. ഇതിനുള്ളിലൂടെ പോകുന്ന ഒരാളിന് ഒരു ഗുഹയ്ക്കുള്ളിൽ കൂടി പോകുന്ന പ്രതീതിയാണ്. കാരണം ഇതിന്റെ ഹൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ഉയരമാണ്. അവ ഇങ്ങനെ മുട്ടി ഉരുമി നിൽക്കുന്ന പോലെ തോന്നും. ഈ വളമൊക്കെ വരുമ്പോൾ കറക്റ്റ് ഗുഹയ്ക്കകത്ത് കയറുന്ന പോലുള്ള പ്രതീതിയാണ്. ഇനി ഇതിന്റെ പോകുന്ന വഴിക്ക് ഇതിന്റെ ഭിത്തി പോലുള്ള ഭാഗത്ത് ഇങ്ങോട്ട് ഗുഹകളുണ്ട്, അള്ളുകളും ഗുഹകളും ഒക്കെ ഉണ്ട്. ഏതോ പാറയുടെ ഗഹ്വരത്തിൽ ശിംശോൻ പോയി ഇരുന്നു എന്ന് പറയും, ഒരു ഗുഹയിൽ പോയി ഇരുന്നു എന്നൊക്കെ പറയും. ഇങ്ങനെ ഇവിടെ മുഴുവൻ ഗുഹകളാണ്, ധാരാളം ഗുഹകൾ. അപ്പോൾ അവിസ്മരണീയമായ പ്രകൃതി ആ ദേശത്തെ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. അത്ര ഭംഗിയാണ്. എനിക്കറിയില്ല, ഈ സ്ഥലത്തൊക്കെ യാത്ര ചെയ്യുന്നവർ ഈ സ്ഥലങ്ങളിൽ പോകാറില്ലെന്നുള്ളൊരു കാര്യങ്ങളുണ്ട്. അപ്പോ ഇതൊക്കെ പോയിട്ട് കാണണം, അത്ര രസകരമാണ്. അപ്പോൾ ഇതുവഴി യാത്ര ചെയ്ത് വേണം ഇതിന്റെ മുകളിൽ ചെല്ലാൻ. ധാരാളം അള്ളുകൾ ഇവിടെ ഉണ്ട്. ഏതോ പേര് യോബിന് ശേഷമുള്ള ചരിത്രം പറഞ്ഞു ഇതിന്റെ മുകളിലാണ് പാർക്ക്. ഇവർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ താഴെ കൂടി വരുന്ന ശത്രുനിരയെ പെട്ടെന്ന് കാണാം. അവരെ വലിയ കല്ലുകൾ ഉരുട്ടിവിട്ട് ഈ ശത്രുക്കളെ തുരത്തുന്ന പതിവ് അവർക്കുണ്ടായിരുന്നു. പടുകൂറ്റൻ കല്ലുകൾ ഉരുട്ടിവിടാം, താഴെ കൂടെ വരുന്നവൻ ചത്തു. അപ്പൊ ഇതായിരുന്നു. മാത്രമല്ല, ഈ മലമുകളിൽ വന്ന് ആരും തങ്ങളെ ആക്രമിക്കില്ല. അങ്ങനെ ഒരു സുരക്ഷിതത്വം ഏതോമ്യര് അനുഭവിച്ചിരുന്നു, മറ്റാർക്കും ഇല്ലാത്തൊരു സുരക്ഷിതത്വം. അപ്പൊ ഈ സെക്യൂരിറ്റി ഫീലിംഗ്, ഒരു കംഫർട്ട് സോണിലാണ് തങ്ങളെന്നുള്ളൊരു ചിന്ത ഇവരെ അഹങ്കാരികളാക്കി. അഹങ്കാരമായിരുന്നു. പക്ഷേ ഇനി വേറൊന്നുകൂടെ പറയാം ഇവർക്ക് ശേഷമുള്ളൊരു കാര്യം. ഏതെങ്കിലും ഒരു രാജ്യം, വിശേഷിച്ച് ബാബിലോണിനുമൊക്കെ ഇസ്രയേലിനെ ആക്രമിക്കാൻ വന്നാൽ, യോബിന് ശേഷമുള്ള കാര്യം കേട്ടോ, മൊത്താൽ ആനിനെ പറ്റി പറയാനാണ്.
അവർ സൈനിക താവളങ്ങൾ ഇവിടെ കൊടുക്കുകയും ആക്രമിക്കാൻ വരുന്നവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് ഇസ്രയേലിനെതിരെ ഇവര് എപ്പോഴും സഖ്യകക്ഷിയായി ശത്രുക്കളോട് കൂടാറുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന പോലെ ആരവിടെ വന്നാലും ഇന്ത്യക്കെതിരാണെങ്കിൽ അവരോട് സപ്പോർട്ട് ചെയ്യും പാകിസ്ഥാൻ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഈ മോവാബിയർ ഇടപെട്ടു, അല്ലെങ്കിൽ ഏതോമ്യര് ഇടപെട്ടു. ആരും തങ്ങളെ വധിക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇവരെ മാത്രം എയിം ചെയ്തുകൊണ്ടൊരു പ്രവാചകൻ ജനിച്ചു എന്നുള്ളതാണ്. വേറെ ഒന്നും അദ്ദേഹം പ്രവചിച്ചായിട്ടും പുസ്തകത്തിലില്ല. ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്തൊരു പ്രവചനകൃതി ബൈബിളിലുണ്ട്, ഒബദ്യാവാണ്. ചെറിയൊരു പുസ്തകമാണ്. ഒബേദിയാവിന്റെ പ്രവചനത്തിൽ ഒബദ്യാവ് പറയുന്നത് എന്താ തരണ്ടേ? ഭൂദേശത്ത് പാർക്കുന്ന ഏദോമിനെ പറ്റി പറയുക. ഇങ്ങനെ മലമുകളിൽ പാർത്ത് മറ്റു രാജ്യങ്ങളെ വിശേഷിച്ച് ഇസ്രയേലിനെ ആക്രമിച്ച മേധാവിത്വം മറ്റാരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ സൈനിക താവളങ്ങൾ കൊടുത്ത് അവരെയൊക്കെ സംരക്ഷിക്കുന്ന അവരുടെ ഇരട്ടത്താപ്പ് കണ്ടിട്ട് എന്താ പറഞ്ഞെന്നറിയാം, നീ മലമുകളിലല്ല നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയ അവിടെ നിന്ന് നിന്നെ താഴെ ഇറങ്ങും. ഏതോ ഒരു അധീന ദേശമാണ് തകർന്നു. അങ്ങനെ ഉപദ്യാ പ്രവചിച്ചു, യെശയ്യാ പ്രവചിച്ചിട്ടുണ്ട്. പ്രവചനങ്ങളുടെ പരിണിത ഫലമായിട്ട് ആ മഹാനഗരം, അന്നത്തെ വലിയ നഗരങ്ങളിൽ ഒന്നായിരുന്ന ഏതോ തകർന്നടിഞ്ഞ് അതിന്റെ ശൂന്യാവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കല്ലുകളൊക്കെ ചേറിക്കൂടെ കിടപ്പുണ്ട്. കാണാനും പഠിക്കാനും ഏറെയുള്ള ഒത്തിരി സംഭവങ്ങൾ അവിടെയുണ്ട്. അപ്പോ നമുക്കതൊക്കെ വിടാം. അതിലും വലിയ ചില സംഭവങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇതങ്ങ് വിട്ടേക്കാം. ഏതോമിന് പൊതുവെ ജോബിന്റെ കാലത്തേക്ക് നമ്മൾ പോകും. ഇതൊക്കെ ജോബിന് ശേഷമുള്ള സംഭവം. ഈ ജോബ് ഏതാണ്ട് അബ്രഹാമിന്റെ സമകാലീനായിരുന്നു. അത്രയും പഴയ ആളാണ് യോബ് എന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു പ്രാകൃതമായ ജനതയുടെ അരികിലകത്താണ്. അവിടെ പാർത്ത ഈ മനുഷ്യന്റെ ചുറ്റുമുള്ള ആളുകളെ ഈ സംസ്കാരത്തെ ഒന്ന് പരിചയപ്പെടണം. അപ്പോഴാണ് ഈ ഭക്തൻ ജീവിച്ചിരുന്ന ആ സ്ഥിതിയുടെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകും. ഇദ്ദേഹം അവിടെ പാർത്ത സ്ഥലത്ത് ആളുകള് അക്കൂടൊരു പ്രത്യേക സമൂഹത്തിൽപ്പെട്ട ആളുകളുണ്ടാകും. താടിയും മുടിയൊക്കെ നീട്ടി വളർത്തും, മന്ത്രോച്ചാരണങ്ങൾ ചെയ്യും, മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന ഒരു പറ്റം ജാതീയ പുരോഹിതന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ ജോലി എന്താന്ന് കേൾക്കുക. അതിപ്രവാദത്തിൽ ഏതോ പാറയുടെ ഉള്ളറകളിലെ എത്തിയ ശേഷം, ഞാൻ പറഞ്ഞാൽ ഈ പാറ പിളർപ്പിലൊക്കെ എത്തിയിട്ട് നമുക്കാർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു തരം പൊടി അവിടുന്ന് ശേഖരിക്കുക. ഈ പൊടി എപ്പോഴും ഇവരുടെ കയ്യിൽ കാണും. ഇത് എന്തിനെന്ന് വെച്ചാൽ ശത്രുക്കൾ വരുന്ന ഇടത്തേക്ക് കയ്യിൽ നിന്ന് വാരി എറിഞ്ഞാൽ ആ പരിസരത്തെല്ലാം തീ പിടിക്കും. അപ്പോൾ ഇത് പൗരാണികമായ ഏതോ കെമിക്കലാണ്, മണ്ണിൽ തന്നെ കിടക്കുന്ന സംഭവമാണ്. ഇത് ഇവർക്ക് കണ്ടുപിടിച്ച് അരിച്ചെടുക്കാൻ അറിയാം. ഇതിവരുടെ കയ്യിൽ കാണും. ഇവരെ ആൾക്ക് ഭയമാണ്. ഇങ്ങനെ എറിയുമ്പോ ഓടുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ, പണം ചോദിച്ചാൽ കൊടുക്കണം, വസ്തു ചോദിച്ചാൽ കൊടുക്കുക, ആഹാരം ചോദിച്ചാൽ കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ ഇത് വാരി എറിയും, തീ പിടിക്കും, പേടിയാണ്. ഇവരെ ദൈവത്തിന്റെ എന്തോ ദൂതന്മാരായിട്ട് ഒക്കെ ആളുകൾ കാണുകയും ഭയപ്പെടുകയും ഇവർ കൈകാര്യം ചെയ്യുന്ന ഈ തീയ്, പേടിപ്പെടുത്തുന്ന ഈ തീയ്, അവരതിന്റെ പേരിട്ടു ദൈവത്തിന്റെ തീ. ദൈവത്തിന്റെ തീ എന്നാ പേരിട്ടു. ഇതാണ് നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിന്റെ തീയ് ആകാശത്ത് നിന്ന് വീണ് കത്തി. അങ്ങനെ നിനക്കുള്ളതൊക്കെ നശിച്ചു പോയി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ദൈവത്തിന്റെ തീ എന്താന്ന് കാണുക. നമ്മുടെ ദൈവത്തിന്റെ തീ അല്ല, അവർ പറയുന്നൊരു പേരാണ്. അപ്പൊ ഇവരെ ആളുകൾ വിളിച്ചൊരു പേരുണ്ട്, ഭയനിമിത്തം. അവരെ വിളിച്ച പേരാണ് ആൽക്കെമിസ്റ്റുകൾ എന്ന്. ആധുനിക രസതന്ത്ര ശാസ്ത്രം പിറവി കൊള്ളുന്നത് ഈ സ്ഥലത്ത് നിന്നാണെന്നാണ് പറഞ്ഞത്. ആൽക്കെമി. അപ്പൊ ആൽക്കെമിയുടെ നാടാണ് ഈ പറയപ്പെട്ട സ്ഥലം. ഇവിടുന്നാണ് വ്യത്യസ്തരം മിനറൽസും എലമെന്റ്സും ഇതെല്ലാം ധാരാളമായി ശേഖരിച്ചെടുത്താണ് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ. അതുപോലെ സ്വർണം അവയുടെ സമൃദ്ധ ശേഖരമുള്ള ഇടമാണ്. ഇവരുടെ ജോലി തന്നെ സ്വർണം കണ്ടെത്തുകയോ അത് കിട്ടുന്നില്ലെങ്കിൽ ഇത്തരം പൊടി ശേഖരിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യുകയായിരുന്നു. ഇവരെ ആളുകൾ ഭയപ്പെട്ടു. മന്ത്രോച്ചാരണങ്ങളുടെ പിൻബലത്തിൽ ഇവർ ചെയ്യുമ്പോൾ
ഈ പൊടി വിറ്റും ഇവർ ഉപജീവനം കഴിച്ചിരുന്നു. ഇത് വാങ്ങുന്നത് കൊള്ളക്കാരായിരുന്നു. കൊള്ളക്കാര് ഇത് വാങ്ങി കയ്യിൽ വെച്ചിട്ട് അതുവഴി പോകുന്ന ഒട്ടകപ്പടകളെ അവർക്ക് നേരെ തീ പ്രയോഗിക്കുമ്പോൾ മനുഷ്യർ ഓടി രക്ഷപ്പെടും ഭയന്നിട്ട്. ഈ കൊള്ള മുതലല്ല ഇവർ സ്വന്തമാക്കും. അങ്ങനെ കൊള്ളക്കാരുടെ നടുവിൽ, മാന്ത്രികന്മാരുടെ നടുവിൽ, അനാത്മീയരായ മനുഷ്യരുടെ നടുവിൽ യോബ് എന്നൊരു പുരുഷൻ പാർത്തിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാൾക്ക് ആത്മീയനായി ജീവിക്കാൻ കുമ്പനാട്ടെ പറ്റുള്ളൂ, മുളക്കുഴയിലേ പറ്റുള്ളൂ എന്നൊക്കെ നമ്മുടെ ധാരണ. അല്ലെങ്കിൽ ടെന്നസി, ക്ലീവ്ലാൻഡ് ടെന്നസിയിലൊക്കെ പറ്റുള്ളൂ നമ്മുടെ ധാരണ. അങ്ങനെയല്ല ശരി. ഇതിന്റെ ഈ ശത്രുവിന്റെ കോട്ടയ്ക്കകത്ത് ഒരാൾ ആത്മീയനായി ജീവിച്ചിരുന്നു എന്നാണ് യോബിന്റെ പുസ്തകം തുടങ്ങുമ്പോഴേ പറയുന്നത്. ഊസ് ദേശത്ത്. അപ്പൊ ഈ ലാഞ്ചിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ ഏകദേശം കിട്ടിക്കാണും. ഒന്നാമത്, അഹങ്കാരികളായ മനുഷ്യര്, കൊള്ള കലയാക്കിയ മനുഷ്യര്, കൊള്ളയും കൊലയും അക്രമങ്ങളും നടന്നൊരു സ്ഥലത്ത് യോബ് എന്നൊരു പുരുഷൻ പാർത്തിരുന്നു. അവൻ നീതിമാനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു, യഹോവ ഭക്തനായിരുന്നു. അങ്ങനെ ഉത്തമ ജീവിത മാതൃകയോടുകൂടി ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് രാത്രി തിരുവെഴുത്ത് കേൾക്കുന്ന നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഭക്തന് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥലവും ലോകത്തില്ല. നമ്മൾ സ്ഥലം വിറ്റ് മാറിയാലേ അവിടെ രക്ഷപ്പെടൂന്നല്ല, ചെന്നത് നമ്മളാണെങ്കിൽ ആ സ്ഥലത്തിന്റെ ചിത്രവും മാറ്റി വരയ്ക്കാൻ നമ്മെ ഉപയോഗിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് ഇട്ടിട്ട് പോരാനൊന്നും കഴിയില്ല. അപ്പൊ യോബ് അവിടെ ജീവിച്ചത് മാതൃകാപരമായി ഒരു മാന്യനായിട്ട്, ഒരു നീതിമാനായിട്ട് ആ ദേശത്ത് ജീവിച്ചിരുന്നു. ഇത്രയും കാര്യം മനസ്സിലായി. അപ്പൊ ഒരാൾ ആത്മീയനാണെന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഞാൻ ഒരാളോട് ചോദിച്ചു, നമ്മുടെ ചർച്ചിൽ ഒരു പാസ്റ്റർ വന്നു, ഈ ആള് ആത്മീയനാണെന്നും അല്ലെങ്കിൽ ദൈവം അയച്ചിട്ടാ വന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ പറയാ, ID കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കും. തിരിച്ചറിയാൻ, ആത്മീയനെ തിരിച്ചറിയാൻ മുളക്കുഴിയിൽ നിന്ന് കൊടുത്താൽ, അല്ലെ കുമ്പനാട്ടിൽ നിന്ന് കൊടുത്ത, ഷാരോനിൽ നിന്ന് കൊടുത്ത ID കാർഡ് ഉണ്ടേ മനസ്സിലാവും. അതാണ് ആത്മീയതയുടെ ലക്ഷണം. അപ്പൊ ആത്മീയനെ തിരിച്ചറിയുന്ന എങ്ങനെ? വേഷം കൊണ്ടാണ്, ഭാഷ കൊണ്ടാണ്? അതൊന്നുമല്ല. ആത്മീയനെ തിരിച്ചറിയുന്ന വേഷവും ഭാഷയും ഒന്നും കൊണ്ടല്ല. വേഷവും ഭാഷയൊന്നും അല്ല അതിലെ കാര്യം. ഒരാള് നഗ്നത മറച്ച വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലത്. അതിനപ്പുറത്തേക്കല്ല ആത്മീയനെ അളക്കുന്നത്. വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലോ ആളിന്റെ ഔട്ട്വേർഡ് അപ്പിയറൻസസോ അല്ല ഒരുവനെ നമ്മൾ വിലയിരുത്തുന്നതിന്റെ ആധാരം. അപ്പൊ നമുക്കൊക്കെ അതിൽ പാളിച്ച പറ്റാറുണ്ട്, പല ഘട്ടങ്ങളിലും പാളിച്ച പറ്റാറുണ്ട്. അപ്പൊ ഇവിടെ യോബ് എന്ന മനുഷ്യനെ നമ്മൾ പലരും മനസ്സിലാക്കാത്തൊരു വിധത്തിൽ ഞാനെന്ത് പരിചയപ്പെടുത്താനാണ്. ബൈബിളിലുള്ള കാര്യമാണ്, കയ്യിലേക്ക് പോകാം. ഇവിടെ യോബ് എങ്ങനെ ജീവിച്ചു? ശത്രുക്കളെ കണ്ടാൽ എന്ത് ചെയ്യും? എന്തായിരുന്നു ജോബ്? നമ്മൾ ധരിച്ചിരുന്ന ഒരു ജോബാണോ ബൈബിളിലെ ജോബ്? നമ്മൾ പലരും ധരിച്ചിരുന്നത് ഫുൾ കൈ ഇറക്കിയിട്ട് നമ്മളെ കണ്ടു കഴിയുമ്പോൾ ബ്രദറെ പ്രൈസ് ദി ലോർഡ് എന്ന അവസാനം വൈബ്രേഷൻ ഇട്ട് പറയുന്ന എന്നൊക്കെ പറയുമ്പോൾ അവസാനത്തെ അക്ഷരം വരുമ്പോ ഒരു ചെറിയ പിരിവിരിപ്പിട്ട് പറയുന്ന ആളുകളെയാണ് നമ്മൾ ആത്മീയരെന്ന് കരുതുന്നത്. അപ്പൊ ഈ സംഭാഷണത്തിൽ കാണിക്കുന്ന, ഒരു ശബ്ദത്തിൽ കാണിക്കുന്ന ഒരു പ്രത്യേക തരം ശബ്ദമാന്ത്രികത്വം, ഇതൊക്കെയാണ് ആത്മീയതയുടെ ലക്ഷണമായി ധരിച്ചതെങ്കിൽ ജോബ് വ്യത്യസ്തനായിരുന്നു. അപ്പൊ വ്യത്യസ്തനായ ആ ജോബിനെ പറ്റി പഠിക്കാൻ ഞാൻ ചില ഭാഗങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ അപേക്ഷിക്കുന്നു. വായിക്കേണ്ടത് ബുക്ക് ഓഫ് ജോബ് 29 1 മുതൽ വായിച്ചോളൂ. 29ന്റെ 1 മുതൽ വായിച്ചാൽ, നിങ്ങൾ ആരെങ്കിലും വായിച്ചാൽ അതായിരിക്കും നല്ലത്. വായിച്ചോളൂ. യോബ് പിന്നെ സുപേക്ഷിതം ചൊല്ലിയതെന്തെന്നാൽ, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോട് കൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിനെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി പാറ എനിക്ക് നിർത്ത അവിടെ നന്നായിരിക്കുന്നു വായിച്ചത്. ആദ്യം തന്നെ പറയട്ടെ, യോബ് സുഭാഷിതം ചൊല്ലി. പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ ആക്കി വെച്ച കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അവന്റെ ദീപം എന്റെ മീതെ പ്രകാശിച്ചു.
അങ്ങനെ അവന്റെ ദീപം എന്റെ മീതെ എന്ന് പറയാതെ ഞങ്ങളുടെ എന്നാ പറയണ്ടേ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ ലാൻഡ് മുഴുവൻ, ദേശം മുഴുവൻ ഇരുട്ടുണ്ടാകുമ്പോഴും എനിക്ക് വേണ്ടി മാത്രം ദൈവത്തിന്റെ വെളിച്ചം. താഴെ വായിക്കുമ്പോൾ അത് മനസ്സിലാവും. അടുത്ത വാക്യത്തിൽ, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. അവന്റെ വെളിച്ചത്താൽ വെളിച്ചത്തിൽ കൂടി നടന്നു എന്നാ പറയണ്ടേ. പക്ഷെ പറയാണ്, അവന്റെ വെളിച്ചത്താൽ ഈ ലാൻഡിലെ ഇരുട്ടിലൂടെയാണ് ഞാൻ നടന്നത്. ഏതോം ദേശത്തിന്റെ, ഊസ്ദേശത്തിന്റെ ഇരുട്ടിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. അപ്പൊ ചുറ്റും ഇരുട്ട് വ്യാപിക്കുമ്പോഴും ചുറ്റും തട്ടി വീഴാൻ പാകത്തിനുള്ള അന്തരീക്ഷം ക്രമപ്പെടുമ്പോഴും അധാർമികത പെരുകുമ്പോഴും എനിക്ക് വേണ്ടി മാത്രമുള്ളൊരു വെളിച്ചം, അത് ജീവിതത്തിൽ കണ്ടിട്ടുള്ളവര് ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ചുറ്റും വ്യാപിക്കുന്ന പ്രതിസന്ധിക്കകത്തും നമുക്കൊരു വെള്ളി വെളിച്ചം ജ്വലിപ്പിച്ചു തന്നിട്ട് ഇതുവഴി പോകാൻ ഉപദേശം തരുന്ന എത്ര അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്. വളരെ കുട്ടിയായിരിക്കുന്ന ഒരു കാലത്ത് ഞാന് ഒരു ബസ്സിൽ യാത്ര ചെയ്യുക. നീലികാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ കയറ്റമുള്ള അറിയാം. അതിന്റെ കുറെ പുറകിൽ വെച്ചാണ്. അപ്പൊ ഇരിക്കാൻ ചെല്ലുമ്പോ ഈ കുട്ടികൾക്ക് വലിയ പരിഗണന കിട്ടുകയല്ല. ഞാൻ തീരെ കുട്ടി എന്ന് പറഞ്ഞാല് 10-17 വയസ്സൊക്കെ ഉണ്ട്. 10-20 വയസ്സടുത്ത് കാണും. അപ്പൊ ഞാൻ ഇരിക്കാൻ ചെന്നൊരു സീറ്റ്, ആളൊഴിഞ്ഞപ്പോ ഇരിക്കാൻ ചെന്നൊരു സീറ്റ് നമ്മളെ തള്ളി മാറ്റി ഒരാൾ കയറിയിരുന്നു. ഞാൻ പിന്നെ അവിടെ നോട്ടൊന്നും വെച്ചാൽ കിടന്ന് നമ്മളതൊന്നും പറയുന്നത് ശരിയല്ല. അവിടെ മാറിയിരുന്നു. എൻ്റെ ഒരു ബാഗും ഒക്കെ ഉണ്ട്. വലിയ ബുദ്ധിമുട്ടി നിൽക്കുക. അല്പം കഴിഞ്ഞപ്പോ വീണ്ടും അതേ സീറ്റ് ഒഴിവ് വന്നു. കാരണം ഇയാള് അപ്പുറത്തിരുന്നവൻ പോയപ്പോ ഇയാൾ അങ്ങോട്ട് നീങ്ങിയിരുന്നു. അപ്പൊ ഇയാൾ പെട്ടെന്ന് അയാളുടെ ഒരു കൂട്ടുകാരനെ വിളിച്ചവിടെ ഇരുത്തി. എന്നിട്ടും നമ്മളവിടെ നിന്നു. അത് വല്ലാത്തൊരു വിഷമായി. കുറെ കഴിഞ്ഞപ്പോ ഒരു സീറ്റ് അധികം വന്നു. അപ്പൊ ഞാൻ ആ സീറ്റ് കണ്ടിട്ട് ഇരിക്കുന്നില്ലെന്ന്, ഇരിക്കാതെ അങ്ങ് യാത്ര ചെയ്ത. അന്നത്തേക്ക് ഒരു വാശി അങ്ങനെ, ഇല്ലെങ്കിൽ വേണ്ട അവിടെ നിൽക്കാം. കണ്ടക്ടർ എന്നോട് പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരിക്കുന്നില്ല, ദൂരം എനിക്ക് 3000 വരെ പോവുകയും ചെയ്യണം, തൊടുപുഴ വരെ പോവുകയും ചെയ്യണം. അപ്പൊ പറഞ്ഞു അവിടെ ഇരിക്കാൻ നിർബന്ധിച്ചിട്ട് ഇരിക്കുന്നില്ല, ഞാൻ നിന്നോളാന്ന്. എന്നാ ഒതുങ്ങി അവിടെ നിന്നോളാൻ പറഞ്ഞു. 2 സീറ്റ് ഒഴിവ്. ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് നമ്മളെ എല്ലാരും കാണുന്നത് എന്തോ ഒരു വട്ട് പിടിച്ച മനുഷ്യനെ പോലെയാണ്, കുഴപ്പം പിടിച്ച ഒരാളല്ലേ. പിന്നെ ഇത്ര സീറ്റ് കിടന്നിട്ട് നിൽക്കേണ്ട കാര്യമില്ല. അടുത്ത നിമിഷം ഒരു പോക്കറ്റ് റോഡ് ഇറങ്ങി വന്ന ഒരു നാഷ പെർമിറ്റ് വണ്ടി ഒറ്റ ഇടിയായിരുന്നു. ഇടിച്ച് കൃത്യം ഞാൻ ഇരിക്കേണ്ട ഇടത്ത് തന്നെ ഇടിച്ചിട്ട് നമ്മുടെ സീറ്റ് പിടിച്ചു വാങ്ങിയ മനുഷ്യന്റെ ഈ സൈഡൊക്കെ ഒരഞ്ഞു പോയിട്ട് കൂട്ട നിലവിളിയാണ് പോലീസിൽ നടന്നത്. അപ്പൊ നമ്മുടെ ഒരു നിമിഷം നമ്മൾ ഭോഷനായി, ഇപ്പൊ നമ്മൾ ബുദ്ധിമാനായി. കാരണം നമ്മുടെ ബുദ്ധിയല്ല അവിടെ വർക്കൗട്ട് ആകുന്നത്, ദൈവത്തിന്റെയാണ്. അയാൾ പിടിച്ചു വാങ്ങിയോണ്ടൊന്നും അല്ലത് കേട്ടോ, അങ്ങനെ ദൈവം ചെയ്തൊന്നും കരുതണ്ട. അപ്പോ നമുക്ക് സീറ്റ് തരാഞ്ഞുകൊണ്ട് ദൈവം ഇങ്ങനെ ചിറ്റിച്ചൊന്നുമല്ല, മറിച്ച് അതൊരു ആപത്ത് വരുമ്പോ എനിക്കൊരു മുന്നറിയിപ്പ് കിട്ടിയത്. അങ്ങനെയാണ്. ചിലപ്പോ ചില സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട നിങ്ങളെ കണ്ടക്ടർ അറിയാതെ മറ്റൊരിടത്ത് കൊണ്ടു ഇറക്കുമ്പോൾ നമുക്ക് വിഷമം വരും. പക്ഷെ തൊട്ടടുത്തൊരു അപകടമായിരിക്കും. ദൈവം നമ്മളെ അവിടെ ഇറക്കിയത്, നടക്കേണ്ടി വന്നു. അത് ഭക്തന് വേണ്ടി മാത്രമുള്ള ചില കരുതലുകളുണ്ട്. ചില ഇന്റർവ്യൂവിൽ നിങ്ങൾ തോറ്റുപോകുക, നിങ്ങളെക്കാൾ സമർത്ഥരല്ലാത്ത ഒരാൾ ആ ചാൻസ് പിടിച്ചു വാങ്ങുക. പക്ഷെ അടുത്ത നിമിഷം നമ്മളെ ചില ഇടങ്ങളിൽ ദൈവം രക്ഷിക്കുകയാണ് അവിടെ ചെല്ലുന്നത്. അത് നമ്മൾ അറിയുന്നില്ല. തുച്ഛമായൊരു വരുമാനത്തിൽ ജോലി ചെയ്യുമ്പോൾ കൂടുതൽ കിട്ടേണ്ട ഒരിടത്തേക്ക് എന്നെ പ്ലേസ് ചെയ്തില്ല. കാരണം നിങ്ങൾക്ക് അവിടെ അവഗണനയല്ല, കാരണം ദൈവത്തിന്റെ ഒരു കരം അവിടെ ഉണ്ട്, അദൃശ്യ കരം അവിടെ ഉണ്ട്. നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. എത്ര സന്തോഷമുള്ള ഒരു വാക്യം അത്. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവം, നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ഒരു ദൈവം. ഈ വഴികാട്ടലാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. സ്തോത്രം. അപ്പൊ നമുക്ക് ജോബിൽ കാണാം ഇത്തരം ഒരു അനുഭവം. നിന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു, അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അടുത്ത വാക്യത്തിൽ, 4-ാം വാക്യത്തിൽ വായിച്ചോളൂ. 4-ാം വാക്യം, എന്റെ കൂടാരത്തിൽ ദൈവത്തെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. സർവശക്തൻ എന്നോടുകൂടെ വസിച്ചു. നമ്മൾ ദൈവത്തോടെ വസിച്ചു എന്ന് പറയുമ്പോൾ ജോ പറയാണ്, എന്റെ കൂടെ ജീവിച്ച ആള് ഓൾമൈറ്റി
സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ മേശയ്ക്ക് ചുറ്റും വളർന്ന ജീവിച്ച കുടുംബത്തിൽ ജീവിച്ച ആ ഭൂതകാലത്തിലെ പോലൊന്നാകാൻ പറ്റിയെങ്കിൽ അപ്പൊ സർവശക്തന്റെ സാന്നിധ്യം ഈ ഇരുട്ടിനകത്ത് എനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ഒരു ഭക്തന്റെ വിജയം. ലോകം എങ്ങനെ പോകുമ്പോഴും സർവശക്തന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ സർവശക്തൻ എന്നോടുകൂടെ വസിച്ചു. അടുത്തത് എന്റെ മക്കൾ എന്റെ ചുറ്റുമിരിക്കുകയും എന്റെ ശുഭകാലത്തിലെ പോലെ ആവുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. യോബ് അവിടെ ജീവിച്ച രീതിയാണ് വായിച്ചോളൂ. അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. ഞാൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് പടിവാതിൽക്കൽ ചെന്നു. മതി. അന്ന് എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി. കുറച്ചാൽ യോബ് ഈ ഉള്ള പണമൊക്കെ ഉപയോഗിക്കുന്ന മനുഷ്യനാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ചില ആളുകളെ സംബന്ധിച്ചോളം ഈ സാമ്പത്തികം ഏതെങ്കിലും തരത്തിൽ വിനിയോഗിക്കുന്ന മനുഷ്യരെ കാണുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. എന്നിട്ട് സിമ്പിളാന്ന് പറഞ്ഞ് നടക്കുക. നമ്മൾ ഒത്തിരി സിമ്പിൾ ആയാല് ഈ വല്ല മനുഷ്യർക്കും വല്ലതും ലഭിക്കണ്ടേ? കടക്കാരൻ എന്തെങ്കിലും ഒന്ന് വിൽക്കണ്ടേ? നല്ലൊരു ഉടുപ്പെടുത്തില്ലെങ്കിൽ പിന്നെ ആ കാശും കൈ വെച്ചിട്ട് പഴയ ഷർട്ട് വിട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ട്. കുറെ പേർക്ക് തൊഴിലായി. അപ്പോ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. നല്ല വീട് വെച്ച ചില ആളുകളെ കണ്ടിട്ട് ഞാൻ കണ്ടു, മലയാളിയുടെ ഒരു മനസ്സുണ്ട്. ഒരു നല്ല വീട് ഒരാൾ വെച്ചാൽ അതേ നോക്കിയിട്ട് പറയാ, ഗൾഫ് പണമാകട്ടോ, അമേരിക്കൻ കാശാകട്ടോ. ഗൾഫിൽ പോയിട്ട് ഒരു വർഷം ഒക്കെ ഭാര്യയും മക്കളെയൊക്കെ ഇട്ടിട്ട് അമേരിക്ക പോട്ടെ, ജീവിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിമുട്ടറിയും. അവനെ ഈ ആക്ഷേപിക്കുന്നു. അവനൊരു നല്ല വീട് വെച്ച് കാണുമ്പോൾ സന്തോഷിക്കണം. അപ്പൊ അതിനുള്ളൊരു മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ല. ചിലർ കൃഷി ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. കഠിനാധ്വാനം ചെയ്ത് കൃഷി പണി ചെയ്ത് വിളവ് കണ്ടു കഴിയുമ്പോൾ ചെറുക്കൊരു വല്ലാത്ത വിഷമം. അത് നോക്കിയിട്ടിരുന്ന് അനുഗ്രഹിക്കാൻ തോന്നില്ല. നമ്മുടെ യാത്രയിൽ ഇങ്ങനെ അനുഗ്രഹിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഒരു സ്ഥലം കണ്ടിട്ട് ഇത്ര പ്ലാന്റായ കൃഷി നടത്തും, നന്നായിരിക്കുന്നല്ലോ. അപ്പൊ നമ്മള് ഇസ്രയേലിൽ കൂടെ ഒക്കെ പോകുമ്പോഴാണ് എന്തൊരു രീതിയിലാണ് അവർ ആ മരുഭൂമി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ മരുഭൂമിയെ മലർവാടിയാക്കി എന്ന് പറഞ്ഞ അക്ഷരാർത്ഥമാണ്. ഇനി പൂക്കളുടെ കൃഷി തന്നെ. ലോകത്ത് ഏറ്റവും അധികം പൂക്കൾ കയറ്റി അയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് അവര്. ഏറ്റവും അധികം പൂക്കൾ. അപ്പോൾ അന്ന് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഘട്ടത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപിക്കുമ്പോൾ അവിടെ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ പൂമാല കൊടുക്കാൻ ഇല്ലാത്ത രാജ്യമായിരുന്നു. പൂമാല കൊടുക്കാനും ബൊക്കെ കൊടുക്കാനും ഇല്ലാത്തതിന്റെ പേരിൽ അന്ന് വേണ്ട വന്ന പൂക്കളും ബൊക്കയും ഒക്കെ പാരീസിലേക്ക് പ്രത്യേകം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അവിടെ നിറക്കേണ്ടി വന്ന രാജ്യമാണ് ലോകത്ത് ഏറ്റവും അധികം പൂക്കൾ അയക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറുന്നത്. അപ്പൊ ഒരു അസാധ്യതയെ പരിഷ്കരിച്ച് ഗുണപരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ നമ്മൾ പ്രകൃതിക്കാണ് ചെയ്യുന്നത്. ജോബ് പണം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അയാൾ വെണ്ണ കൊണ്ട് കാല് കഴുകി എന്ന് പറയുന്നതിന്റെ അർത്ഥം സമൃദ്ധിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അതൊക്കെ അത് ഉപയോഗിച്ചു. അടുത്തത്, അന്ന് ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു എന്ന് പറഞ്ഞാൽ തൊടുന്നതൊക്കെ അനുഗ്രഹമായി. ഇടപെടുന്ന മേഖലകളെല്ലാം എനിക്ക് അനുഗ്രഹമായി പാറ തൈല നദികളെ ഒഴുക്കി തന്നു. എല്ലാവർക്കും ഏതോമിലെ അല്ലെങ്കിൽ ഊസ്ദേശത്തെ സാധാരണ മനുഷ്യര് പോയിട്ട് പാറയിൽ നിന്ന് ശേഖരിക്കുന്നത് മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന പൊടിപടലങ്ങളായിരുന്നെങ്കിൽ, കെമിക്കലുകൾ വാരി എറിഞ്ഞിട്ട് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന സ്ഥിതിവിശേഷമാണ് സംജാതമായതെങ്കിൽ അവർക്ക് എന്തു കൊടുത്തോ ആ പാറയിൽ നിന്ന് എനിക്ക് തൈല നദിയാണ് ഒഴുക്കി തന്നത്. അങ്ങനെയുള്ളൊരു ദൈവം, ആർക്കും കിട്ടാത്ത ഇടത്തു നിന്ന് നമുക്ക് തരുന്നൊരു ദൈവം. ശിംശോനൊക്കെ പറഞ്ഞ്, ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മധുരവും പുറപ്പെടും. ആർക്കും കൊടുക്കാത്ത സിംഹത്തിന്റെ ഉടലിൽ നിന്ന് എനിക്ക് ഏറ്റവും നല്ലത് കിട്ടി. സിംഹം തിന്ന് ശീലമേ ഉള്ളൂ, ആർക്കും ഷെയർ ചെയ്യുന്ന ശീലമില്ല. ആ സിംഹത്തിന്റെ ഉടലിൽ എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു ചിലത് എന്ന് പറയത്തക്ക വിധമാണ് നമ്മുടെ പ്രതീക്ഷകൾ മറ്റൊന്നായി തീരുന്നത്. ഇവിടെ നമ്മൾ അത് കണ്ടു. ഇനി അദ്ദേഹത്തിന്റെ സമൃദ്ധിയുടെ ഒരാഴം പഠിക്കാൻ 7 വാക്യങ്ങൾ വായിക്കാം. ഞാൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് പടിവാതിൽക്കൽ ചെന്ന് വിശാല സ്ഥലത്തിന്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ പടിവാതിക്കലേക്ക് ചെന്നാൽ വിശാല സ്ഥലത്തിന്റെ ഇരിപ്പിടം വെക്കുമ്പോൾ എന്നെ കണ്ടിട്ട് കുട്ടികൾ ഓടി ഒളിക്കും. യൂത്തിന്റെ കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കിയല്ല, റൈസാന്റെ വഷിപ്പുണ്ടെന്ന് പറയുന്നത് അവിടെ നിൽക്കിയല്ല, കറങ്ങി തിരിഞ്ഞ് നിൽക്കിയല്ല, മാറും. അത്ര ഭീതിയാണ്, റെസ്പെക്റ്റ് ആണ്. എന്നെ കണ്ടിട്ട്
യൗവനക്കാർ ഓടി ഒളിക്കും, പ്രഭുക്കന്മാർ എഴുന്നേറ്റ് നിൽക്കും, വൃദ്ധന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ കൊണ്ടു. അത്ര സമ്പന്നനാണ്, ഒരു നാട്ടുരാജാവിനെ പോലെ പ്രമാണിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആരും എടുക്കില്ല. നമ്മൾ കണ്ടൊരു യോവല്ല ആള് പ്രഭുക്കന്മാർ കണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കും, ചെറുപ്പക്കാർ ഓടിപ്പോവും, വൃദ്ധന്മാർ കൈകൊണ്ട് വായ പൊത്തും. പിന്നെ അടുത്തത്, ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും. വലിയ ബഹളം വെക്കുന്നവന്റെ ശബ്ദമേ എന്റെ സാന്നിധ്യം കണ്ടു കഴിയുമ്പോ ശാന്തമാണ്. ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും. പിന്നെ അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും. എന്റെ വാക്ക് കേട്ട് ചെവി എന്നെ വാഴ്ത്തും. യോബിന്റെ സാന്നിധ്യം കണ്ടു കഴിയുമ്പോഴേ നാവ് അണ്ണാക്കോട് പറ്റുമെന്ന്, മിണ്ടത്തില്ല, പേടിയാണ്. പിന്നെ എന്റെ വാക്ക് കേട്ട് ചെവി എന്നെ വാഴ്ത്തും. എന്നെ കണ്ട കണ്ട് എന്റെ എനിക്ക് വാക്ക് സാക്ഷ്യം കേട്ട നൽകും. ചെവി എന്നെ വാഴ്ത്തും എന്ന് പറഞ്ഞാല് ഈ മനുഷ്യന്റെ പാഴ്വാക്ക് പറയുന്ന ആളല്ല. എന്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും. യോബ് ഇങ്ങനെ പറയുന്ന കേട്ടു. അതിൽ ആ മനുഷ്യൻ നല്ലൊരു കാര്യമാണ്. ആ മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയത്തക്ക വിധം എന്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും. പിന്നെ എന്നെ കണ്ട കണ്ണെനിക്ക് സാക്ഷ്യം നൽകും. കണ്ണെനിക്ക് സാക്ഷ്യം നൽകും. നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും ഞാൻ വിടുവിച്ചു. അതിന്റെ കാരണം പറയാം. എന്തിനാണ് ആളുകൾ ബഹുമാനിക്കുന്നത്? നിലവിളിച്ച എളിയവനെ, അനാഥനെ ഞാൻ വിടുവിച്ചു. അപ്പോ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ഉള്ള ഒരാൾ, എളിയവനോട് സഹതാപം തോന്നുന്ന ഒരാൾ. അപ്പൊ പ്രഭുക്കന്മാര് കണ്ടാല് വാവത്തി നിൽക്കുന്ന, വൃദ്ധന്മാർ വാവത്തി നിൽക്കുന്ന, ജനശ്രേഷ്ഠന്മാരുടെ ശബ്ദമടക്കുന്ന ഈ മനുഷ്യൻ എളിയവനെ, നിലവിളിച്ചവനെ, അനാഥരെ കണ്ടിട്ട് ആദരവ് പ്രകടിപ്പിച്ചു. പിന്നെ നശിക്കുമാറായവന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നു. വിധവയുടെ നശിക്കുമാറായവൻ എന്നെ അനുഗ്രഹിക്കാൻ കാരണം എന്റെ നാശകരമായ പ്രതിസന്ധിയിൽ ഒരു കൈ സഹായം യോബിന്റെ പക്കൽ നിന്ന് കിട്ടി. അങ്ങനെ അവന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നു. വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി. ഒരു വിധവയ്ക്ക് വേണ്ട എന്താണ്? ഒരു നേരെ ഭക്ഷണമാണ്. പക്ഷെ യോബ് കൊടുക്കുന്നത് സന്തോഷമല്ല. സന്തോഷം കൊണ്ട് ആർക്കുമാറാകുന്ന വിധത്തിൽ വിധവയെ, ഭർത്താവ് നഷ്ടപ്പെട്ടവളെ, പരിരക്ഷയില്ലാത്തവളെ അവർക്ക് വേണ്ടത് നൽകി ആദരിക്കുന്ന ഒരു മഹാമനുഷ്യനായിരുന്നു യോബ്. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ദേവാലയത്തിന്റെ 4 കവാടങ്ങൾക്കുള്ളിലെ ഒളിച്ചിരുന്നുള്ള പ്രാർത്ഥന മാത്രമല്ല. യോബ് ജീവിതത്തിൽ ഇടപഴകുന്ന, പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു യോബ്. അടുത്തത്, ഞാൻ നീതിയെ ധരിച്ചു, അതെന്റെ ഉടുപ്പായിരുന്നു. എന്റെ ന്യായം ഉത്രീയവും തലപ്പാവും പോലെയായിരുന്നു. അത് പിന്നെ വ്യാഖ്യാനം ആവശ്യമില്ലാതെ മനസ്സിലാകുന്ന കാര്യമാണ്. ഞാൻ നീതിയെ ധരിച്ചു, അതെന്റെ ഉടുപ്പായി. എന്റെ ന്യായം ഉത്തരീയവും തലപ്പാവും. ഉത്തരീയം മേൽമുണ്ടാണ്, നമ്മളിങ്ങനെ തോളിലൊക്കെ ഇടുന്ന ഷോൾ പോലെ. അപ്പോൾ എന്റെ ഉത്തരീയം എന്ന് പറയുന്നത് ന്യായമായിരുന്നു, നീതിയായിരുന്നു. അടുത്തതിലേക്ക് പോകാം. ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു. അതും അറിയാമല്ലോ. അടുത്തത്, ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. ഞാൻ ദരിദ്രന്മാരെന്ന് വിളിച്ചത് പിതാവേ എന്നായിരുന്നു. അതിന്റെ കാരണം ലോകത്തിൽ അവിടെയുള്ള ധനവാന്മാര് ഭയപ്പെട്ടു പോയ, പ്രഭുക്കന്മാർ കണ്ടിട്ട് മാറി നിൽക്കുന്ന, ചെറുപ്പക്കാർ ഓടി ഒളിക്കുന്ന അത്രയും പ്രൊഫൈലുള്ള ഒരു മഹത് വ്യക്തി, ആ വ്യക്തിയെ നാട്ടിലെ ദരിദ്രരുണ്ട്, അവർ വിളിക്കുന്നത് അപ്പാ എന്നായിരുന്നു. കാരണം ഒരു കാരുണ്യം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ആ കരങ്ങൾ തുറന്നാൽ അനുഗ്രഹമാണെന്ന് അവർക്കറിയാം. ദരിദ്രർക്ക് ഞാൻ അപ്പനായിരുന്നു. പിന്നെ അടുത്തത്, നീതികെട്ടവന്റെ അണപ്പല്ല് ഞാൻ തകർത്തു. അവന്റെ പല്ലിൽ നിന്ന് ഇരയെ പറിച്ചു. പുള്ളിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. പുള്ളി കണ്ട പോലല്ല ആള്. നീതി കെട്ടവന്റെ അണപ്പല്ല്. സാധാരണ ഈ തല്ലി വെച്ചിട്ടൊക്കെ വരുമ്പോ മുൻപല്ലാണ് കൊഴിയുന്നത്. നമുക്കറിയാം ഇവനെന്തോ പ്രശ്നം തീർക്കാൻ പോയതാണ്. ഇങ്ങനെ മുൻപല്ലാണ് കൊഴിയുന്നത്. എനിക്കൊരു മനുഷ്യനെ അറിയാം. പുള്ളിക്കാരൻ ഈ സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കൈ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ കുത്തിക്കെട്ട് കാണിക്കും. പുറത്ത് കൊണ്ട് അത് കാണിക്കുകയില്ല, കാരണം പുറത്തല്ലേ, തിരിഞ്ഞൊക്കെ നിൽക്കണമല്ലോ. ഗുണ്ടയായിരുന്നെന്ന് കാണിക്കാനാ. ഞാൻ പറഞ്ഞാൽ മേലാൽ ഇങ്ങനെ പോയേക്കരുത്.
അച്ഛൻ ഈ തെരുവിൽ ചെന്ന് അടിയല്ലാതെ മേടിച്ചു കെട്ടി, കുത്തും വല്ലോനെ മേടിച്ചു കെട്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് സാക്ഷി പറയാൻ വന്നിരിക്കുക. ഈ പുള്ളി തല്ല് കൊള്ളുന്ന ആളിനല്ലേ കുത്തിക്കെട്ട് വരുന്നത്. ഇത് കൊടുക്കുന്ന ആളാണെ മറ്റവനല്ലേ വരുന്നത്. ഞാൻ നാട്ടിലെ ഒന്നാന്തരം ഗുണ്ടയായിരുന്നു, ഇപ്പൊ ഇതൊക്കെ നിർത്തി, തെളിവിതാ കണ്ടോന്ന് പറഞ്ഞ് ഈ വട്ടണെല്ലാം അഴിച്ചിട്ട് ഇവിടുത്തെ കുത്തിക്കെട്ട് കാണിക്കാം നമ്മളെ സാക്ഷിയൊക്കെ ഇതാണെങ്കിൽ ജോബ് ഇങ്ങനെ അല്ലെന്നേ. നമ്മൾ പണ്ടാരണ്ട് പുലിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും അല്ല സാക്ഷി. ഒരുത്തം ഗുണ്ടയായിരുന്നു, പരോളിൽ ഇറങ്ങി 6 പേരെ തട്ടി, ഇപ്പൊ ഒരാളെ തട്ടാണ്ടിരിക്കുമ്പോഴാ ദൈവശബ്ദം കേട്ടെ. ഇതൊക്കെ ഇത്രയും നാടകീയമായിട്ട് പറഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്ന ആളുകളുണ്ടേ. എന്നാൽ ഇവിടെ ജോബ് അങ്ങനെയല്ല. ജോബിന്റെ ഒരു ആത്മീയത ഉണ്ടല്ലേ. ഇയാള് പറയാ നീതി കെട്ടവന്റെ അണപ്പല്ല് എന്താക്കം വെച്ച് അടിക്കണം എന്നാലോചിച്ച് നോക്കി. എന്താ ശക്തി കഴിച്ചാല മുൻപല്ല് ഒഴിക്കാൻ എളുപ്പം, അണപ്പല്ല് അടിച്ച് തെറിപ്പിക്കണമെങ്കിൽ എന്നാ ആക്കത്തിന് അടിച്ചത്. നീതി കെട്ടവന്റെ അണപ്പല്ല് ഞാൻ തകർത്തു. അത് ഭയങ്കര സംഭവം. ഇങ്ങനൊരു ജോബിനെ നമ്മൾ ഇന്ന് ആദ്യമാണ് കേൾക്കുന്ന പലരും. നീതി കെട്ടവന്റെ അണപ്പല്ല് ഞാൻ തകർത്തിട്ട് അവന്റെ പല്ലികൾക്കിടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു എന്നാണ്. അവൻ കടിച്ചു കുടയാൻ തുടങ്ങിയ ഇരയെ വിട്ടുകൊടുക്കാതെ പിടിച്ചെടുത്തു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം വഹിച്ചൊരു പങ്ക് അതാണ് ഈ കാണിച്ചു തരുന്നത്. നമുക്കിത് അക്ഷരാർത്ഥം എടുക്കാൻ ഒക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ആരെ ഉപദ്രവിക്കാനൊന്നും നിയമമില്ല. അത്തരൊരു ചിന്തയെ നമ്മുടെ മുമ്പില്ല. നീതി കെട്ടവന്റെ അണപ്പല്ല് ഞാൻ തകർത്തു, അവന്റെ പല്ലികൾക്കിടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു. ഇപ്പൊ ഈ ട്രിവാൻഡ്രം ഭാഗത്തും കണ്ട് കുറെ പാസ്റ്റർമാരെല്ലാവരും ഇങ്ങനെ പരസ്യവും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് ആരാണ്ട് സുവിശേഷ വിരോധികൾ കയറി അത് തടഞ്ഞിട്ട് ഇവർക്ക് ടൈ കൊടുത്തു. ആടിച്ച് ബഹളം വെച്ച് ഈ മൈക്കൊക്കെ കളയാൻ വേണ്ടി വന്നപ്പോ ഈ നിന്ന പുള്ളികൾ ഇതിലും ഭീകരന്മാരായിരുന്നു. ഇവര് തിരിച്ചടിച്ചു, അടിച്ച് നിലംപരിചാക്കി. ഒടുക്കം സർക്കിളിന്റെ അടുത്ത് കേസെത്തി. കേട്ടപ്പൻ ന്യായം പരസ്യവും നടത്തിയവരുടെ ഭാഗത്ത് അവര് സാങ്ഷനുണ്ട് ഇന്ന് പ്രസംഗിച്ചു. ഞങ്ങളുടെ യോഗത്തെ തടയാൻ വന്നു, ഞങ്ങൾ ചെറുത്ത് തന്നേ ഉള്ളൂ. ഡിഫൻസിന് പറ്റുമല്ലോ. ഡിഫൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് തിരിച്ച് പ്രയോഗിക്കാവുന്ന ഇന്ത്യയിലെ നിയമം അങ്ങനെ, അവിടെയും കാണും അങ്ങനെ. ഡിഫൻസിന്റെ ഭാഗമായിട്ട് ചെറുത്ത് നിൽക്കാം, പ്രശ്നമില്ല. ഇവരിതെല്ലാം പറഞ്ഞു. അന്നേരം ഈ തല്ലിയ പുള്ളികളോട് വിളിച്ച് എസ് ഐ ചോദിച്ചു, സർക്കിൾ ചോദിച്ചു, അവരവിടെ നിന്ന് പ്രസംഗിച്ചപ്പോ നിങ്ങൾ എന്തിനാ കയറി തല്ലിയത്? അത് പറയാൻ പറഞ്ഞു. ഈ തല്ലി കൊണ്ട കക്ഷികൾ പറയാ, എന്റെ സാറേ എന്ത് ചെയ്യാനാ, പാസ്റ്റർമാരാന്നോർത്താ ഞങ്ങൾ തല്ലിയത്. മനസ്സിലായി? എന്നാ സർക്കിളിന്റെ അടുത്ത് പറയാ, പാസ്റ്റർമാരാന്നോർത്താ ഞങ്ങൾ തല്ലിയത്. അപ്പൊ അതിനകത്തെല്ലാം ഉത്തരവുണ്ട്. അപ്പോ ഇവര് ഇങ്ങനെ കുറെ എണ്ണം തലതെറിച്ചൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഇതൊന്നും അല്ല ദൈവത്തിന്റെ വഴി. തല്ലിയാ തിരിച്ചെല്ലുന്നൊന്നും അല്ല വഴി. അപ്പോ നമുക്ക് ആ വഴിയൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഒരു വിധത്തിലും അത്തരം വഴികളെ പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല. ആ വഴിയേ നമ്മുടെ വഴിയല്ല. ഇവിടെ ഒരു പുതിയ ശൈലിയുണ്ട്. നമ്മളെ സുവിശേഷത്തിനൊക്കെ സഹായിക്കുന്ന പാർട്ടികൾ ഇന്ന പാർട്ടിയാണ്. ആ പാർട്ടികളോട് ചേർന്ന് നിൽക്കണം. വോട്ട് ഇഷ്ടമുള്ളവർക്ക് ചെയ്തു. പക്ഷേ സുവിശേഷം അറിയിക്കേണ്ട ഏതെങ്കിലും പാർട്ടിയുടെ ആനുകൂല്യം കൊണ്ടൊന്നും അല്ല. അത് സ്വതസിദ്ധമായ ഒരു നിലപാടിന്റെ ഭാഗമാണ്. എതിർത്താൽ നമ്മളിപ്പോ ഓരോരുത്തർ പരസ്യവും നടത്തുക. അവനത് വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് തന്നെ അവിടുന്ന് അടുത്തടുത്തോട്ട് മാറിയേക്കണം. അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കണ്ട, പ്രാർത്ഥിച്ചേക്കണം, ദൈവമേ നീ എന്നെ അയച്ചതാണ്, ഇവിടെ എനിക്ക് അവസരമില്ല, ഞാനിവിടെ സീൻ ഉണ്ടാക്കുന്നില്ല, മറ്റൊരിടം നീ കണ്ടുവച്ചിട്ടുണ്ട്, ഞാൻ എവിടേക്ക് പോവാ. ഒരു കാര്യം ഉറപ്പാണ്, എവിടെ നമ്മളെ യോഗം മുടക്കിയോ അവിടെ മറ്റൊരാളെ ദൈവം അയക്കും, അല്ലെങ്കിൽ നമ്മളെ തന്നെ ദൈവം അയക്കും. നീ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് സുവിശേഷത്തിന്റെ ശൈലിയല്ല. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അനുഭവം ഉണ്ട്. മറ്റൊരു ദാസനെ തല്ലിയിട്ടെടുത്ത് നമുക്ക് വലിയൊരു വേലയായിരിക്കും ദൈവം വെച്ചിരിക്കും. അത് കൊയ്യാൻ വേറൊരു സമൂഹം വരുമെന്നുള്ളതാണ്. ഓരോ പ്രതിസന്ധി വരുമ്പോഴും മനസ്സിൽ പറഞ്ഞോളണം, ഞാൻ വിതച്ചിട്ടുണ്ട്, കൊയ്യാൻ എൻ്റെ ഒരു പുതിയ തലമുറ ഇതുവഴി വരും. ആ പ്രതീക്ഷ കളയാതെ വേണം പോകാൻ. അപ്പോ നമുക്ക് മുമ്പോട്ട് പോകാം. ഇവിടെ ജോബിന്റെ അടുത്തൊരു കാര്യം പറയാം. നീതി കെട്ടവന്റെ അണപ്പല്ല് തകർത്തു, ഇനി എന്റെ കൂട്ടിൽ വെച്ച് ഞാൻ മരിക്കും, ഹോൽ പക്ഷിയെപ്പോലെ ഞാൻ ദീർഘായുസോടെ ഇരിക്കും, എന്റെ വേർ വെള്ളത്തോളം പടർന്നില്ലും, എന്റെ കൊമ്പിന്മേൽ മഞ്ഞ് രാപാർക്കുന്നു, എന്റെ മകത്ത് വെന്നിൽ പച്ചയായിരിക്കുന്നു, എന്റെ വില്ലെന്റെ കയ്യിൽ പുതുകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഹോൽപക്ഷിയെപ്പോലെ ഉയർപ്പിന്റെ അല്ലെങ്കിൽ പുതുമ അനുഭവപ്പെടുന്നു. ചില പരിഭാഷകളിൽ കഴുകനെന്ന് തന്നെ കാണുന്നു, കഴുകനെ പോലെ എന്ന് കാണുന്നു. അപ്പൊ കഴുകൻ പുതുകുന്ന അവസ്ഥയുണ്ട്. നമുക്ക് അത്രയും സമയമുണ്ടോ എന്നറിയില്ല അത് പറയാനായിട്ട്. ഏതായാലും ഇന്ന് നമ്മൾ ക്ലാസ് വിട്ട് പിരിയുമ്പോൾ ഒരു കാര്യം ഓർത്തുള്ളൂ. യോബ് എന്ന ഭക്തനായ മനുഷ്യൻ
അദ്ദേഹം ബൈബിളിലൊരു മഹാരഥനായിരുന്നു. പ്രാർത്ഥനാ ജീവിതം. അതില് ഒരു കാര്യം പറഞ്ഞ് നമുക്ക് നിർത്താം. പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ തോന്നുന്ന ഒരു പ്രശ്നത്തെ ഒന്ന് പരിഹരിച്ചു പോകണം. പക്ഷേ ഈ യൗവനക്കാരും നമ്മുടെ കൂടെ ഉണ്ട്. ഈ കുടുംബ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും മനുഷ്യർ പറയാറുണ്ട്, ഈ പാർട്ട്നേഴ്സ്, നമ്മുടെ കുടുംബം, ഭാര്യയോ ഭർത്താവോ, ഇവര് ഫിറ്റല്ല, അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ പ്രയാസം. ഷീസ് നോട്ട് ഫിറ്റ് ഫോർ മീ. ഇങ്ങനെ ഒരു വാദം നമ്മൾ ഉന്നയിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ലോകത്ത് എല്ലാം കൊണ്ടും ഇണങ്ങിയ സമ്പത്ത്, സൗന്ദര്യം, വിദ്യാഭ്യാസം, കുലമഹിമ, ഇവയെല്ലാം എടുത്ത് യോജിച്ച ഒരു കല്യാണം, എല്ലാം കൊണ്ട് യോജിച്ച, ഡ്രീം ചെയ്ത ഒരു കല്യാണം, ഒരുവൻ ഡ്രീം ചെയ്ത ഒരു പാർട്ട്ണറെ കിട്ടിയ, അല്ല ഒരുവളുടെ സ്വപ്നത്തിലെ ഭർത്താവിനെ കിട്ടിയ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? കൈ കാണിക്കൊന്നും വേണ്ട, ആരും കൈ കാണിക്കണ്ട. അപ്പൊ ഏതോ ചില കുറവുകളൊക്കെ ഉള്ളവരാണ് നമ്മൾ. ഭാര്യയ്ക്ക് ചില കുറവുകളുണ്ട്, ഭർത്താവിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് രസാവഹമായൊരു വാട്സപ്പ് സന്ദേശം കഴിഞ്ഞ സമയം ഭർത്താവ് എടുത്തുകൊണ്ട് വരുന്ന സാരിയെ ചൊല്ലി, അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്യുന്ന ഒരു വസ്തു മോശമാണെന്ന് പറയരുത്. കാരണം നിങ്ങളും അദ്ദേഹത്തിന്റെ ഒരു സെലക്ഷനാണ്, അതുകൊണ്ട് അത് മോശമാണെന്ന് പറയരുത്, അർത്ഥവത്തായി തോന്നി. അപ്പം നിങ്ങളും അയാളുടെ സെലക്ഷനാണ്, അപ്പൊ അതുകൊണ്ട് അതിൽ ശരിയുണ്ട്. പക്ഷെ ഒരാളുണ്ട് എല്ലാം തികഞ്ഞൊരു ഭാര്യയെ കിട്ടിയ, എല്ലാം തികഞ്ഞൊരു ഭർത്താവിനെ കിട്ടിയ ഒരാളെ ബൈബിൾ, ഒരു കുടുംബം, അത് ആദമും ഹവ്വയുമാണ്. അവർക്കെന്താ കുഴപ്പം? പക്ഷെ അവരുടെ ജീവിതം പോലും പരാജയമായിരുന്നു. എല്ലാം തികഞ്ഞ രണ്ടുപേരുടെ, ഭൂമിയിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന സകല തികവും അത്യാവശ്യം വേണ്ട 90% കാര്യങ്ങൾ യോജിച്ച രണ്ടുപേരുടെ ജീവിതം വിജയിച്ചില്ല. പക്ഷേ തീരെ കൊള്ളരുതാത്തൊരു പാർട്ണറെ കിട്ടിയ ആളാ ജോബ് എന്ന് പറയാൻ അങ്ങോട്ട്. ഒരു വിധത്തിലും ചേരാത്തൊരു ഭാര്യയെ കിട്ടിയ ജോബ്. സകലതും ചേർന്ന നമ്മുടെ ദാതമിനെയും പഠിച്ചാൽ ഈ ഭാര്യയെ കൊണ്ട് യോബ് വിജയിക്കുന്ന കാഴ്ച കാണാം. ഹവ്വയുമായി ജീവിതം പങ്കിട്ട ആദം പരാജയപ്പെട്ടിടത്ത് പ്രതിസന്ധിയിൽ ഒപ്പം നിൽക്കാത്ത, അല്ലെങ്കിൽ വിമുഖത പ്രകടിപ്പിക്കുന്ന ഭാര്യയെ സ്നേഹിച്ചും പരിചരിച്ചും അവളുടെ ബലഹീനത കണ്ടറിഞ്ഞും കൂടെ നിർത്തിയും അവളെ സപ്പോർട്ട് ചെയ്തും പോയി ജയിക്കുന്ന യോബിനെയാണ് നമ്മളിവിടെ കണ്ടത്. ഏദനിൽ സാത്താൻ തോൽപ്പിച്ച, ഏദനിൽ സാത്താൻ പരാജയപ്പെടുത്തിയ ആ സംഭവത്തിന് ഭൂമിയിൽ ഇന്നും എനിക്ക് മനുഷ്യരുണ്ട് സാത്താനെ നീ കണ്ടോ എന്ന് ദൈവത്തിന് പറയാൻ പാകത്തിന് ഒരു ഉദാഹരണമാണ്. ഇതാ ഈ മരുഭൂമിയിൽ വേഗമാസകലം രോഗാധിക്യത്താൽ വാരപ്പെട്ട് മരണം മുമ്പിൽ കാണുമ്പോൾ ആ തീവ്രമായ വേദനയുടെ ആഴത്തിൽ എൻ്റെ മക്കൾ ഇന്നും എനിക്ക് വേണ്ടി ചെറുത്ത് നിൽക്കുന്നവരുണ്ട് എന്നുള്ളതാണ്. ഞാൻ നമ്മുടെ ഇബ്രാഹിലേഖനത്തിലൊരു വചനമുണ്ട്, ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഇവിടെ എന്നെ വേദനിപ്പിക്കുന്നു ഒരു പ്രശ്നം. ഈ വാക്യം എനിക്ക് ഒരു ചെറിയ ഭീതി ഉണ്ടാക്കും. ദൈവം നാളെ എന്നെപ്പറ്റി പറയുമോ, ഞാൻ അനിൽക്കുടിത്തോട്ടത്തിന്റെ ദൈവമാണ്, ഞാൻ അനിലിന്റെ ദൈവമാണ്. അപ്പൊ ദൈവത്തിന് ലജ്ജ തോന്നുന്നു? നിങ്ങളെപ്പറ്റി ഞാൻ ഇന്ന ആളിന്റെ ദൈവമാണ്, ഞാൻ യോബിന്റെ ദൈവമാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനം, ഞാൻ പൗലോസിന്റെ ദൈവമാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന അഭിമാനം, ഞാൻ പത്രോസിന്റെ ദൈവമാണ്, ദാവീദിന്റെ ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവത്തിന് കിട്ടുന്ന അഭിമാനം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ, ഞാൻ അനിലിന്റെ ദൈവമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവത്തിന് കിട്ടുമോ എന്നത് ഒരു പിടി കുറ്റബോധത്തോടെ ഇന്ന് ഓർത്തുകൊണ്ട് വേണം നമ്മളെല്ലാം പിരിയാൻ. സത്യമല്ലേ ഇത്? കർത്താവേ, നീ എൻ്റെ ദൈവമാണെന്ന് പറയും. നീ എൻ്റെ ദൈവമാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. ഡിബേറ്റുകളിലൊക്കെ ഞങ്ങൾ നിന്നെ സ്ഥാപിച്ചെടുക്കുന്നത് നിന്നോടും ശ്രേഷ്ഠനായ ആരുമില്ല, നിനക്ക് തുല്യനായ ആരുമില്ല, നീയാണ് ശ്രേഷ്ഠൻ. പക്ഷെ തിരിച്ച് നിനക്ക് എന്നെപ്പറ്റി അഭിമാനം തോന്നുന്ന ഒരു ജീവിതമാണോ എൻ്റേതെന്ന് സ്വയം പരിശോധിക്കാൻ, കറകളഞ്ഞൊരു ജീവിതത്തിന്റെ ഉടമയായി തീരാൻ നമുക്ക് ഇന്ന് ഉദ്യമിക്കണം. പഠനങ്ങളുടെ എല്ലാ ലക്ഷ്യം അത് തന്നെയാണ്. പരീക്ഷ എഴുത്തോ വിജ്ഞാന സമ്പാദനമല്ല ദൈവവചന പഠനത്തിന്റെ ലക്ഷ്യം. സ്വയം പരിശോധിക്കാം. അങ്ങ് എൻ്റെ ദൈവമാണെന്ന് പറയുമ്പോൾ
അങ്ങേക്ക് തിരിച്ച് സാത്താൻ കൂടിയുള്ള ഒരു ലോകത്ത് അഭിമാനം തോന്നുന്നു. അപ്പൊ സാത്താൻ മാറി നിന്ന് അടക്കം പറഞ്ഞ് ചിരിക്കേണ്ടി വരുമോ? ആളിനെയൊക്കെ എനിക്കറിയാം എന്ന് പറയേണ്ടി വരുമോ? ജോബ് അപവാദത്തിനിട കൊടുക്കാതെ ജീവിതത്തെ സൂക്ഷിച്ച ഒരു വലിയ മനുഷ്യനെങ്കിൽ നമുക്ക് ജോബിൽ നിന്ന് പാഠങ്ങളുണ്ട്. ഈ ഭക്തനെ പറ്റി എസെക്കിയേൽ 14:14 ദൈവം ഏറെ പ്രകീർത്തിക്കുന്ന 3 പുരുഷന്മാർക്കൊപ്പം ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലിനൊപ്പം നീതിമാനായ നോഹയ്ക്കൊപ്പം സഹനത്തിന്റെ പ്രതീകമായ ജോബിനെയും നിലനിർത്തുമ്പോൾ നമുക്ക് ഈ പഠനം കൂടുതൽ കരുത്തും ബലവും നിശ്ചയദാർഢ്യമാകട്ടെ എന്ന പ്രാർത്ഥനയും